കുടുംബജീവിതം? ഇതുവരെ ആ വിഷയം പറഞ്ഞു തീർന്നിട്ടില്ല. അതിങ്ങനെ ഘട്ടം ഘട്ടമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ഈ വർഷത്തോടു കൂടിയെങ്കിലും ആ വിഷയം ഒന്ന് അവസാനിപ്പിക്കണം ഇൻഷാ അല്ലാഹ്. ആദ്യം വന്നിട്ട് മക്കളെ കുറിച്ച് പറഞ്ഞു, മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞു, പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു, ഭാര്യ ആരാണെന്ന് പറഞ്ഞു. പക്ഷെ ഭർത്താവ് ആരാണെന്ന് പറയാൻ ഇതുവരെ സമയം കിട്ടിയില്ല. ഭർത്താവ് ആരാണെന്ന് പറയാൻ ഇതുവരെ സമയം കിട്ടിയില്ല. ഇന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഞാൻ ഒന്നും പറയൂല. നിങ്ങൾ എന്നും നിങ്ങളുടെ ദിവസമാണ്. ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഹിദായത്തിലെ പെണ്ണുങ്ങൾ പറയും, ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നല്ല വയല് പറയണത്. അങ്ങനത്തെ വയലായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇത് നിങ്ങൾക്കുള്ള വയല. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് സ്വർഗത്തിൽ പോകണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ പോകാനാണ്. അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെയും ആഗ്രഹവും സ്വർഗത്തിൽ പോകാൻ. കള്ളു കുടിച്ച് നടക്കുന്ന മുസ്ലിമിന്റെയും ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. എന്നാൽ നമ്മൾ ആരെങ്കിലും ഈ സ്വർഗം ഇന്നുവരെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ആരും ഇന്നുവരെ സ്വർഗം കണ്ടിട്ടില്ല. എങ്കിലും ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹമാണ് സ്വർഗത്തിൽ പോകണം. കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വർഗത്തിനെ കണ്ടിട്ട് വന്നു പറഞ്ഞു തന്ന ഒരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. ആ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന അറിവ് മാത്രം അത് കിതാബുകളിലൂടെ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളിലൂടെ ഞാനും നിങ്ങളും കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സ്വർഗമായി മാറുമ്പോൾ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തെ കുറിച്ച് പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാ. അവിടെയാണ് പാലരുവിയുടെ അതാ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും ആ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു തന്നത്. എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് സ്വർഗത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചിന്തകൾക്കപ്പുറമാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ പറയുന്ന സ്വർഗമെന്ന് ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, അവിടെ കഷ്ടപ്പാടില്ല, ദുരിതങ്ങളില്ല, ദുഃഖങ്ങളില്ല, പ്രയാസമില്ല. ആരും കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടണ്ട. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് ഒരു ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നിയാൽ അവന്റെ കണ്ണിന്റെ മുന്നിലേക്ക് ആ ഭക്ഷണം ഇങ്ങനെ കടന്നു വരികയാണ്. അല്ലാഹുവേ, അവൻ ഇഷ്ടമുള്ളത് കടിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് നടക്കാൻ കഴിയുമെന്ന് പ്രവാചകൻ അവിടെ പറഞ്ഞു തരുമ്പോ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ഈ സ്വർഗത്തിലേക്കാണ് അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു കടത്തിവിടുന്നത്. ആ സ്വർഗത്തിലേക്കാണ് ആദം നബി കടന്നു ചെന്നത്. ആ സ്വർഗത്തിലൂടെ ഇഷ്ടമുള്ളത് തിന്നുകൊണ്ട് കുടിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ആദം നബി അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. പടച്ചവനെ, ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കുകയാ. അല്ലാഹുവേ, ഒരിക്കൽ അല്ലാഹു ചോദിക്കുന്നു, ആദമേ, എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ഈ സ്വർഗത്തിലൂടെ നടന്നു പോയിട്ട് പോലും നിനക്കെന്തേ ഒരു സന്തോഷമില്ലാത്തത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാ, ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു ചോദിക്കുകയാണ്, ഈ സ്വർഗം തന്നിട്ട് പോലും നിനക്കെന്തേ ഒരു സന്തോഷമില്ലാത്തത്? നിന്റെ മുഖത്തൊരു പ്രകാശമില്ലാത്തതെന്ത്? ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, എന്തോ ഒരു കുറവുള്ളതുപോലെ, പടച്ചവനെ, ഇതെല്ലാം കിട്ടിയിട്ടും തികയുന്നില്ല തമ്പുരാന്, എന്തോ ഒരു കുറവുള്ളതുപോലെ പടച്ചവന്. അല്ലാഹുവേ, അവിടെ നിന്ന് ആദം നബി അല്ലാഹുവോട് പറയുകയാ, ഒറ്റക്കുള്ള ജീവിതം മടുത്തു അല്ലാ, എനിക്കൊരു കൂട്ടുവേണം തമ്പുരാന്, എനിക്കൊരു കൂട്ടുവേണം തമ്പുരാന്. എവിടെ വെച്ചാണ് പറയുന്നത്? അല്ലാഹുവിന്റെ സ്വർഗത്തിൽ വെച്ചാണ്. ആ സ്വർഗത്തിലെ സർവ്വ അനുഗ്രഹങ്ങൾ അല്ലാഹു കൊടുത്തിട്ടും ആദം നബി അല്ലാഹുവോട് പറയുകയാ, ഇതൊക്കെ കിട്ടിയിട്ടും തികയുന്നില്ല തമ്പുരാന്, എനിക്കൊരു സമാധാനമില്ല, എനിക്കൊരു സന്തോഷമില്ല, അതുകൊണ്ട് എനിക്കൊരു കൂട്ടുവേണമെന്ന് ആദം നബി അല്ലാഹുവിനോട് പറയുമ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെ
സൃഷ്ടിച്ചു കൊടുക്കുകയാ. അവിടെ നിന്ന് ഒരു ഇണയെ കിട്ടിയപ്പോഴാണ് ആദം നബിയുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായത്. അവിടെ നിന്ന് സന്തോഷമുണ്ടായതെന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുമ്പോ എന്തിനായി ചരിത്രം പറഞ്ഞു തന്നറിയുമോ? കുടുംബജീവിതത്തിന്റെ വില എന്താണ്, അതിന്റെ മഹത്വം എന്താണ്, അതിന്റെ പവിത്രത എന്താണ്, അല്ലാഹുവേ അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് പറഞ്ഞു തന്നത്. വിവാഹത്തിന്റെ കാര്യം പറയുമ്പോ ചെറുപ്പക്കാര് ചോദിക്കും, എന്തിനാ ഉസ്താദേ വിവാഹം കഴിക്കുന്നത്? ഒറ്റയ്ക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാമല്ലോ, ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഏറ്റവും വലിയ സുഖമുള്ള ജീവിതം വിവാഹം കഴിക്കാത്ത ജീവിതമാണെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരാ, മാതാപിതാക്കളെ വിവാഹ കാര്യം പറയുമ്പോ ടെൻഷൻ അടിക്കുന്ന പെങ്ങള് വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. മോനെ വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്നറിയുമോ? അതിനുള്ള മറുപടി അല്ലാഹു തന്നെ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വിവാഹം കഴിച്ചാൽ എന്താണ് ലഭിക്കുന്നതെന്ന് ചോദിക്കുന്നവര് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ മറുപടി എന്നറിയുമോ? വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വിവാഹം കഴിച്ചാലേ സമാധാനം കിട്ടൂ, വിവാഹ ജീവിതത്തിലെ സന്തോഷമുള്ളൂ, വിവാഹം കഴിച്ചാലേ ആനന്ദമുള്ള ഒരു ജീവിതം കിട്ടൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെന്ന് പറഞ്ഞു തരുമ്പോ പടന്നയിലെ വിവാഹം കഴിച്ച ഓരോ മനുഷ്യനും പറയുന്നത്, ഉസ്താദ് അങ്ങനെ പറയല്ലേ, അങ്ങനെ പറയല്ലേ, വിവാഹം കഴിച്ച സമാധാനം പോകും ഉസ്താദ്, ഞാൻ വിവാഹം കഴിച്ചത് കൊണ്ടാണ് എന്റെ സമാധാനം പോയത് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരാ, വിവാഹം കഴിച്ചിട്ട് നിനക്ക് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ അത് നിന്റെ പോരായ്മ കൊണ്ടാണ്, അത് നിന്റെ കുഴപ്പം കൊണ്ടാണ്, നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ ഏറ്റവും മനോഹരമായ ജീവിതം കുടുംബ ജീവിതമാ. പക്ഷേ നീ വിവാഹം കഴിഞ്ഞപ്പോ നിന്റെ ജീവിതത്തിൽ സന്തോഷമില്ലാതെയായി, സമാധാനമില്ലാതെയായി, വല്ലാത്ത ടെൻഷനായി, കിടന്നിട്ടുറക്കം വരുന്നില്ലോ, കഴിക്കാൻ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ലോ. പടച്ചവനെ അതാ മെഴുകുതിരി ഉരുകുന്നത് പോലെ അല്ലാഹു തന്ന ആയുസ് ഇങ്ങനെ ഉരുക്കി കളയുന്ന പെങ്ങള്, അതിന്റെ കാരണം നിന്റെ തെറ്റുകൊണ്ടാണ്. പടച്ചവനെ അതിന്റെ കാരണം നീ തന്നെയാണ്. നിനക്ക് തോന്നുന്നത് പോലെയല്ല ജീവിക്കേണ്ടത്, നിനക്ക് തോന്നുന്നത് പോലെയല്ല. എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കാണിച്ചു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് കാണിച്ചു തരുന്ന എങ്ങനെയാണ് ജീവിക്കേണ്ടത്. 11 ഭാര്യമാരുമായി പടച്ചവനെ ഒരെണ്ണത്തിന് നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലോ 11 ഭാര്യമാരുമായി സമാധാനത്തോടുകൂടി എങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരുമ്പോ എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് പോലെ ജീവിതം നയിച്ചാ പടച്ചവനെ മരിച്ചാലും മറക്കാൻ കഴിയൂല, മരിച്ചാലും മറക്കാൻ കഴിയില്ലോ. എന്തൊരു ആനന്ദമെന്നറിയുമോ, എന്തൊരു സന്തോഷമെന്നറിയുമോ. അല്ലാഹുവേ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ടമായ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അവിടുത്തെ ജീവിതം വായിച്ചു നോക്കണം പെങ്ങള്. കൊതി തോന്നും പൊന്നുമോള്, കൊതി തോന്നുന്ന രീതിയില് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് ജീവിക്കുകയാ. പടച്ചവനെ, അലിയാര് തങ്ങളാണ് ഭർത്താവ്, പണക്കാരനല്ല, പാവപ്പെട്ടവനാണ്. ഒട്ടകമുള്ള വീട്ടിലേക്ക് പുല്ല് വിറ്റുകതാ, പുല്ല് വെട്ടികെട്ട് കൊണ്ടുകൊടുത്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട സ്വഹാബിയാണ്.
മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. അലിയുടെ കയ്യിലാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ കരളിന്റെ കച്ചത്തിനെ പിടിച്ചു കൊടുത്തത്. അവരുടെ ജീവിതം വല്ലാത്ത ജീവിതമായിരുന്നു. അവസാനം മരിക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ച് പൊരുത്തം ചോദിച്ച് യാത്ര പറയുകയാ. അവസാനം അലിയാര് തങ്ങള് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസയുണ്ടല്ലോ, നമസ്കാരം കഴിഞ്ഞിട്ട് ജന്നത്തിൽ ബഖീൽ കൊണ്ടുപോയി ഖബറടക്കുകയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ നെഞ്ചിന്റെ മുകളിലേക്ക് എല്ലാവരും പിടിമണ്ണ് വാരി എറിഞ്ഞിട്ട് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. പടച്ചവനെ, രാത്രിയായി. അലിയാര് തങ്ങൾക്ക് കിടന്നിട്ടുറക്കം വരുന്നില്ല, ഒരു സമാധാനവുമില്ല. കാരണം ഇന്നലെ വരെ എന്റെ ഫാത്തിമ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരൊറ്റ ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ, ഒരേ ഒരു ദിവസം തന്റെ ഭാര്യയെ കാണാതെ വന്നപ്പോ അല്ലാഹുവേ സമാധാനമില്ല. കിടന്നിട്ടുറക്കം വരുന്നില്ലോ, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ലോ. അലിയാര് തങ്ങള് പാതിരാത്രി എഴുന്നേറ്റ് നടക്കുകയാണ്. എവിടേക്കാ നടന്നു പോയതെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഖബറടക്കിയിരിക്കുന്ന ജന്നത്തുൽ ബഖീയിലേക്ക് പാതിരാത്രി കടന്നു ചെല്ലുകയാ. തന്റെ ഫാത്തിമയുടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് നിന്നിട്ട് അവിടുന്ന് പറയുന്നു, അസ്സലാമു അലൈക യാ ഫാത്തിമ. ജീവിച്ചിരിക്കുന്ന ഒരാളോട് പറയുന്നത് പോലെ പടച്ചവനെ, ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ ചാരത്ത് അതാ ഭർത്താവ് കടന്നു ചെന്ന് നിന്നിട്ട് സലാം പറയുകയാണ്. ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ലോ, ഫാത്തിമ ബീബി സലാം അടക്കുന്നില്ലോ. അലിയാര് തങ്ങൾ പിന്നെയും സലാം പറയുകയാണ്. സലാം അടക്കാതെ വന്നപ്പോ അലിയാര് തങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്തേ എന്റെ സലാം അടക്കാത്തത്? എന്നോട് പിണക്കമാണോ ഫാത്തിമ? ഇത്ര പെട്ടെന്ന് എന്നെ അങ്ങ് മറന്നു പോയോ ഫാത്തിമ? മണിയറക്കകത്ത് പിണങ്ങിയിരിക്കുന്ന ഭാര്യയോട് സംസാരിക്കുന്നത് പോലെ അലിയാര് തങ്ങൾ ചോദിക്കുന്നു, എന്നോട് പിണക്കമാണോ ഫാത്തിമ? എന്നിട്ടും സലാം അടക്കാതെ വരുമ്പോ അതാ അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയുടെ ഖബറിന്റെ ചാരത്തിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ഖബറേ, എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാ പറ. എന്നോട് പിണങ്ങല്ലേ, എന്നോട് പിണങ്ങല്ലേ, എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാൻ പറ. അലിയാര് തങ്ങളെ ചോദിക്കുന്നു, ഖബറ്, എന്റെ ഭാര്യയുടെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ? എന്റെ ഭാര്യയുടെ വിശേഷമൊന്ന് പറഞ്ഞു തരുവോ? ഈ ഖബറിന്റെ അകത്ത് കിടക്കുന്ന എന്റെ ഭാര്യ ആരാണെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോളോ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയുണ്ടല്ലോ, ഞാൻ മണിയറക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മണിയറക്കകത്തിരുന്ന് കരയുകയാണ്. മണിയറക്കകത്തിരുന്ന് കരയുകയാണ്. എന്തേ ഫാത്തിമ, ഇന്ന് നമ്മുടെ ആദിരാത്രിയല്ലോ, എന്തിനാണ് മണിയറക്കകത്തിരുന്ന് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളായ ഭാര്യയോട്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളായ ഫാത്തിമയോട് അലിയാര് തങ്ങള് മണിയറയുടെ രാത്രി ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, അലിയേ, മണിയറ ഇവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. എവിടെയാണ് മണിയറ എന്നറിയുമോ? എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയുമോ? അൽ ഖബർ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. 6 അടി മണ്ണാണ് മണിയറയാക്കേണ്ടത്. അവിടെയാണ് ആഘോഷിക്കേണ്ടത്, അവിടെയാണ് സുഖിക്കേണ്ടത്. ഖബറിന്റെ അകത്ത് ചോദ്യം ചോദിക്കാൻ വരുന്ന മലക്കുകളുണ്ടല്ലോ, എടാ ഈ മണിയറക്കകത്ത് പുതിയ പട കിടക്കുന്നത് പോലെ കിടന്നുറങ്ങടാ എന്ന് മലക്ക് പറയുന്നത് കേൾക്കണ്ട്. അതുകൊണ്ട് അലിയേ, ഇന്ന് രാത്രി മുഴുവനും നമുക്ക് പടച്ചറപ്പിന്റെ മുന്നിൽ പൊട്ടിക്കരന്ന് നിസ്കരിച്ചു ദുആ ചെയ്യാ എന്ന് തന്റെ ഭർത്താവിനോട് പറഞ്ഞവളാ എന്റെ ഭാര്യ. അതുകൊണ്ട് ഖബറേ, എന്റെ ഭാര്യയോട് എന്റെ സലാം അടക്കാ പറ. ജീവിതമെന്ന് പറഞ്ഞാൽ ഇതല്ലേ പൊന്നുമോന്, മരിച്ചാലും മറക്കൂല, മരിച്ചാലും മറക്കൂല. ഒരു ഭാര്യക്കും തന്റെ ഭർത്താവിനെ മറക്കാൻ കഴിയില്ല, ഒരു ഭർത്താവിനും തന്റെ ഭാര്യയെ മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരാ, അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ വമിൻ ആയാതിഹി അന്ന ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുന്നു. എല്ലാവരും ചോദിക്കും, എന്തിനാ ഉസ്താദെ വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിക്കാതെയുള്ള ജീവിതമല്ലേ? ചോദിക്കാനും പറയാനും ആരില്ല. മാതാപിതാക്കൾ ചോദിക്കും, അത്ര തന്നെ, അല്ലെങ്കിൽ സുഖമായിട്ട് ഇങ്ങനെ നടക്കാമല്ലോ, ഒരു ടെൻഷനുമില്ല, ഒരു ബേജാറുമില്ല. അല്ലാഹുവേ, ഏറ്റവും വലിയ സുഖമുള്ള ജീവിതം വിവാഹം കഴിക്കാതെയുള്ള ജീവിതമാണെന്ന് പുതിയ തലമുറ ചിന്തിക്കുമ്പോ, എടാ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ സ്വർഗത്തിലൂടെ നടന്നു പോകാ. നിനക്കറിയാലോ സ്വർഗം എന്താ, സ്വർഗത്തിന്റെ അനുഗ്രഹം എന്താ? ആ സ്വർഗത്തിലേക്ക് പോകാനാ ഞാനും നിങ്ങളും കൊതിക്കുന്നേ. ഈ സ്വർഗത്തിലൂടെ ആദം നബി നടന്നു പോകുന്നു. എല്ലാം കിട്ടിയിട്ടും എന്തോ കുറവുള്ളതുപോലെ. എന്തേ ആദമേ നിനക്കൊരു സന്തോഷമില്ലാത്തത്? പടച്ചവനെ, ഒറ്റയ്ക്ക് നടന്നിട്ടും മടുത്തു പടച്ചവനെ. അല്ലാഹുവേ, ഈ ഒറ്റയ്ക്കുള്ള ജീവിതം അത് മടുത്തു പടച്ചവനെ. എനിക്കൊരു കൂട്ടു വേണം തമ്പുരാനെ. സ്വർഗത്തിൽ വെച്ചാ മനുഷ്യ പറഞ്ഞു. അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹയെ കൊടുത്തപ്പോഴാ ആദം നബിക്ക് സമാധാനമായതെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ ഈ കുടുംബ ജീവിതത്തിന്റെ വിലയും മഹത്വവും അതാ. ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ ഒരു സുഖമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വിവാഹം കഴിച്ചാൽ സമാധാനമുള്ള ഒരു ജീവിതം കിട്ടും. എന്നാ ഈ സദസ്സിലിരിക്കുന്ന വാപ്പമാര് പറ, നിന്റെ ജീവിതത്തിൽ സമാധാനമുണ്ടോ? പെണ്ണ് കെട്ടിയ അന്നത്തോടു കൂടി പോയെന്നാ പലരും പറയുന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരൻ വിവാഹം കഴിച്ച് 1 മാസമേ ആയുള്ളട, വീട്ടിൽ പോകുന്നില്ലേ? 10 മണിയായട, ഭാര്യ ഉറങ്ങട്ടെ, കുറച്ചു കഴിഞ്ഞ് പോകാം. ഇത് ആണുങ്ങളുടെ അവസ്ഥ. പണ്ട് ഗൾഫിൽ കിടക്കുന്ന ഭർത്താവ് വരുന്നു എന്ന് ഭാര്യയോട് വിളിച്ചു പറഞ്ഞാൽ അല്ലാഹുവേ എന്തൊരു സന്തോഷം എന്നറിയോ. ഒരുങ്ങിക്കെട്ടി കോഴിക്കോടോ അല്ലെങ്കിൽ മംഗലാപുരമോ എയർപോർട്ടിന്റെ മുന്നിൽ മണിക്കൂറുകൾക്ക് മുമ്പ് പോയി ഒരുങ്ങി നിൽക്കും തന്റെ ഭർത്താവിനെ ഒരു നോക്ക് കാണാൻ. ഇന്ന് ഭർത്താവ് പെണ്ണുങ്ങളോട് പറയുന്നു, ആമിന ലീവ് കിട്ടാൻ സാധ്യതയുണ്ട്, ഞാൻ അടുത്ത മാസം വരും. ഓൾ അല്ലാഹുവേ പടച്ചവന് ടെൻഷൻ തുടങ്ങി. കാലം വരാതിരുന്നെങ്കിൽ എത്രയോ നല്ലതാ, എൻ്റെ ഭർത്താവിന് ലീവ് കിട്ടിയിരുന്നെങ്കിൽ എത്ര കൊള്ളാമായി. ഇതാ പെണ്ണുങ്ങളുടെ അവസ്ഥ. ഇതിന്റെ കാരണം എന്തെന്നറിയോ? നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കുന്നത് കൊണ്ടാണ്. നമുക്ക് തോന്നുന്നത് പോലെയല്ല. എടാ, നിനക്ക് ഒരെണ്ണത്തിന് സഹിക്കാൻ പറ്റുന്നില്ല, ആലോചിക്കേ, എങ്കിലും 11 ഭാര്യമാരുമായി സമാധാനത്തോടുകൂടി എങ്ങനെ ജീവിക്കണമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ച് കാണിച്ചു തന്നു. അതുപോലെ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരോട് പറയും, നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണം. ഇത് നിസ്കരിക്കുന്ന, നിസ്കാരത്തടമ്പുള്ള, ഹജ്ജ് ചെയ്ത, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യനും പറയും, പടന്നയിൽ പള്ളിയുടെ പടി ചവിട്ടാത്ത മുതുകുടിയവനാണെങ്കിലും, പലിശ കച്ചവടക്കാരനാണെങ്കിലും, പെണ്ണുപിടിയനാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭാര്യയോട് പറയും, എൻ്റെ പൊരുത്തം ഉണ്ടെങ്കിലേ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എൻ്റെ മൂക്കി കൂടെ ചീഞ്ചലം ഒഴുകി വരുമ്പോ നീ നിന്റെ നാക്കുകൊണ്ട് നക്കിയെടുക്കണം. അല്ലോ, ഓരോ ഭർത്താവും തന്റെ ഭാര്യയോട് പറയുന്ന കാര്യങ്ങളാണ്. സത്യം തന്നെ, ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ തന്റെ ഭർത്താവിന്റെ പൊരുത്തം വേണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകണമെങ്കിൽ ആരുടെ പൊരുത്തം വേണം? നിങ്ങൾ പറ, ആരുടെ പൊരുത്തം വേണം? പറ മനുഷ്യന്മാർ, ആരുടെ പൊരുത്തം വേണം? ഭർത്താവിന്റെ പൊരുത്തം വേണം. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ പൊരുത്തം വേണം. വേണോ? ഇങ്ങോട്ട് നോക്ക് മനുഷ്യന്മാരെ, നിന്റെ പൊരുത്തമുണ്ടെങ്കിലേ നിന്റെ ഭാര്യയ്ക്ക് പോകാൻ പറ്റും, സമ്മതിച്ചു. പക്ഷെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ പൊരുത്തം വേണോ? എന്ത് ചിന്തിക്കാത്ത നീ? മുതുകുടിയനെ 4-ാം കാലി വീട്ടിൽ കയറിപ്പോയി പെണ്ണുമ്പിള്ളയെ പിടിച്ചു കൂമ്പിനിട്ട് ഇടിച്ചു വാട്ടിയിട്ട് നീ പറയുക സ്വർഗത്തിൽ പോണെങ്കിൽ എൻ്റെ പൊരുത്തം വേണല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരിച്ചും അങ്ങനെയൊക്കെ തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നിന്റെ ഭാര്യയുടെ തൃപ്തി നിനക്കും വേണം, ഇല്ലെങ്കിൽ നീയും രക്ഷപ്പെടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത്രയും കാലം പെണ്ണുങ്ങളുടെ ഇറച്ചിയല്ലേ നമ്മളൊക്കെ തിന്നണേ. എല്ലാവരും പെണ്ണുങ്ങൾക്ക്, ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുള്ള കടമകൾ. നിനക്ക് നിന്റെ ഭാര്യയ്ക്ക് നിന്നോട് ഒരുപാട് കടമയുണ്ട്. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഭാര്യയ്ക്ക് ഭർത്താവിനോട് ഒരുപാട് കടമയുണ്ട്. ഈ കടമയുള്ളതുപോലെ ഭർത്താവിനും തിരിച്ചങ്ങോട്ടുമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു.
ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള കടമയേക്കാൾ കൂടുതൽ കടമ തിരിച്ചങ്ങോട്ടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദേ, എൻ്റെ ഭാര്യ എന്നെ ബഹുമാനിക്കുന്നില്ല, എനിക്ക് അല്ലോ എന്നോട് സ്നേഹത്തോടെ പെരുമാറുന്നില്ല, അവൾ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, എന്നോട് എനിക്ക് തന്നെ വെച്ചേരുന്നില്ല, ഇങ്ങനെ പരാതി പറയല്ലോ. എന്തേ പരാതി പറയുന്നേ? മനുഷ്യ, നീ നിന്റെ ഭാര്യയോട് പാലിക്കേണ്ട ബാധ്യതകൾ നീ പാലിച്ചിട്ടുണ്ടോ? ആദ്യം നീ മനസ്സിലാക്കി. നിന്റെ ഭാര്യയോട് നിനക്ക് ഒരുപാട് 12ഓളം കടമകളുണ്ട്. ഈ കടമകൾ നീ പാലിക്കാറുണ്ടോ? നീ പാലിച്ചാൽ നിന്റെ ഭാര്യയോട് നീ ഒന്നും പറയണ്ട, അവളെല്ലാം നിനക്ക് ചെയ്തു തരും. നീ വീടിൻ്റെ അകത്ത് ചെന്നാൽ മതി, ഭക്ഷണം മുന്നിലുണ്ടാകും, നിന്റെ വസ്ത്രം കഴുകിത്തരും, നിന്റെ ഉമ്മാനെ നോക്കും, നിന്റെ ഉപ്പാനെ നോക്കും, നിന്റെ കൂടെ ഒരു പരാതി നിന്റെ ഭാര്യയ്ക്കില്ലെന്നേ. നീ പാലിക്കേണ്ട കടമകൾ പാലിച്ചു കഴിഞ്ഞാൽ നിന്റെ കുടുംബജീവിതം സന്തോഷത്തിലായി തീരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയോടുള്ള കടമകൾ എന്താ? ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാർ പഠിക്കുക. പെണ്ണുങ്ങളെ, ഇനി വയല് പറയുന്ന ഭർത്താവിനോട് നീ തിരിച്ചു ചോദിക്കണം, ഇക്ക ഈ പറയുന്നതിൽ ഏതാ നിങ്ങൾ പാലിക്കണം? ഈ ഉസ്താദ് പറഞ്ഞ ഈ കാര്യങ്ങളിൽ ഇത്രയും കടമകൾ ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുണ്ട്, നിങ്ങളിൽ ഏതാണ് പാലിക്കുന്നത് എന്ന് തിരിച്ച് ഭർത്താവിനോട് ചോദിക്കണം. തമ്മിലടിക്കാനല്ല, അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അത് നിന്റെയും ബാധ്യതയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ തിരുത്തി കൊടുക്കൽ ഭർത്താവിന്റെ കടമയാ. ഭർത്താവ് തെറ്റ് ചെയ്യുമ്പോൾ നീയും പറഞ്ഞു കൊടുക്കണം. അതിനുള്ള അവകാശം നിനക്കുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള കടമകൾ എന്താണ്? എന്റെ പ്രിയമുള്ളവരെ, നിസാരമായി തള്ളിക്കളയേണ്ട കാര്യമല്ല. ഇത് തിരിച്ചു തള്ളാനുള്ളതല്ല, ഇത് നിസാരമായി കാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ അവസാന പ്രഭാഷണമുണ്ടല്ലോ. ആ പ്രഭാഷണത്തില് 1,20,000 പരം വരുന്ന സ്വഹാബാക്കൾ തന്റെ മുന്നിൽ നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ. 3 പ്രാവശ്യം അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അല്ലാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അമാനത്താണ് നിങ്ങളുടെ ഭാര്യമാര്. നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഓരോ ഭർത്താവിനോട് തന്റെ ഭാര്യയെ കുറിച്ച് വിചാരണ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പടന്നയിലെ ചെറുപ്പക്കാരാ, നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ നിന്നെ കുറിച്ച് മാത്രമല്ല ചോദിക്കുന്നത്, നിന്റെ ഭാര്യയെ കുറിച്ചും അല്ലാഹു ചോദിക്കുകയാണ്. നിന്റെ ഭാര്യയുടെ കാര്യത്തിലും അല്ലാഹു നിന്നെ വിചാരണ ചെയ്യുമെന്ന് പ്രവാചകൻ പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മാ ഹഖ്ഖു സൗജതി സൗജിനാ അലൈഹി യാ റസൂലല്ലാഹ്, ഒരു ഭർത്താവിന് ഭാര്യയോടുള്ള കടമ എന്താണ് നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? ഒന്ന് പറഞ്ഞു തരുവോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? എണ്ണിക്കോ പെങ്ങള്, നല്ലതുപോലെ മറക്കാതെ പഠിച്ചു വെച്ചോ പെങ്ങള്. നിന്നെ ഉപദേശിക്കുന്ന നിന്റെ ഭർത്താവിനോട് സ്നേഹത്തോടുകൂടി പറഞ്ഞു കൊടുക്കാറുള്ള കടമകളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒന്നാമതായി പറയുകയാണ്, ആദ്യം ഭാര്യ ആരാണെന്ന് മനസ്സിലാക്കണം. നിന്റെ ഭാര്യ ആരാണെന്ന് നീ മനസ്സിലാക്കണം. പടച്ചവനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ 40ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടി പ്രബോധനവുമായി പ്രവാചകൻ ഖുറൈശികളുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവേ, വല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ. എവിടെ നോക്കിയാലും തല്ലിച്ചതക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലോ. പടച്ചവനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലോ. തന്റെ കണ്ണിന്റെ മുന്നിലിട്ട് പട്ടിക തല്ലുന്നത് പോലെ തല്ലിച്ചതയ്ക്കാൻ പടച്ചവനെ ചോദിക്കാൻ ഒരാളില്ലാത്ത അവസ്ഥ കടന്നു വരുമ്പോ എല്ലാവരും പ്രവാചകന്റെ മുന്നിൽ സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുകയാ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാ പറയുകയാ. എന്റെ പ്രിയമുള്ളവര്,
എങ്ങനെയാണ് ഹിജ്റ പോയതെന്നറിയുമോ? തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് ഇട്ടിരുന്ന വസ്ത്രത്തോടു കൂടിയാണ് മദീനയിലേക്ക് കടന്നുപോയത്. എല്ലാവരും കടന്നുപോയി. അവസാനം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ തങ്ങളും കടന്നു പോവുകയാ. എങ്ങനെയാ സ്വീകരിച്ചത്? മദീന നിവാസികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? മുഹാജിരീങ്ങൾ അൻസ്വാരീങ്ങൾ സ്വീകരിച്ചത് എങ്ങനെയെന്നറിയുവോ? രണ്ട് വീടുള്ളവർ വീട് കൊടുത്തു, പണമുള്ളവർ പണം കൊടുത്തു, തോട്ടമുള്ളവർ തോട്ടം കൊടുത്തു, പടച്ചവനെ വാഹനമുള്ളവർ വാഹനം കൊടുത്തു. എന്തിന് രണ്ട് ഭാര്യമാരുള്ളവർ ഒരു ഭാര്യതാ തലാക്ക് പറഞ്ഞിട്ട് മുഹാജിരീങ്ങൾക്ക് വിഭാഗം കടിച്ചു കൊടുത്തു. അൻസ്വാരീങ്ങൾ മുഹാജിരീങ്ങളെ ബഹുമാനിച്ചെന്ന് ചരിത്രം പറയുമ്പോ, സഹോദരാ, നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യ മുഹാജിറ, നിന്റെ കൂടെ ജീവിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ, അവളൊരു മുഹാജിറാണ്. അവൾക്ക് വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, കൂടപ്പറപ്പുണ്ട്, വീടുണ്ട്, നാടുണ്ട്, കുടുംബക്കാരുണ്ട്. പക്ഷേ നീ നിന്റെ ഭാര്യ മഹർ കൊടുത്ത് വിഭാഗം കടിച്ചു കഴിഞ്ഞപ്പോ അന്നു മുതൽ നിന്റെ വാപ്പയാണ് അവളുടെ വാപ്പ, നിന്റെ ഉമ്മയാണ് അവളുടെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ് അവളുടെ കൂടപ്പറപ്പ്. പടച്ചവനെ അല്ലാഹുവേ, നിന്റെതെല്ലാം അവളുടേതാവുകയാണ്. അവൾക്കൊന്നുമില്ല, അവൾക്കൊന്നുമില്ല. എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു മുഹാജിറിനെ പോലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാ നിന്റെ ഭാര്യ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, അവൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? പെങ്ങളെ, റസൂലുള്ളാഹി പറയുകയാണ്, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള ഒന്നാമത്തെ കടമ എന്തെന്നറിയുമോ? നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയെയും കഴിപ്പിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്കും കൊടുക്കട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ, പടച്ചവനെ, ഒരു വീടിന്റെ അകത്ത് ജീവിക്കാൻ തുടങ്ങി 8 കൊല്ലങ്ങളായി. എത്ര പേരാ പടച്ചവന് ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത് ഓർമ്മയുണ്ടോ വാപ്പാ? നീയും നിന്റെ ഭാര്യയും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ദിവസം നിനക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, പടന്നയിലെ ഏറ്റവും മനോഹരമായ വീട് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റഹ്മത്ത് പെയ്തിറങ്ങുന്ന, അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്ന, ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ള പടന്നയിലെ വീട് ഏതെന്നറിയുമോ? ചെറുപ്പക്കാരാ, ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ഈ പടന്നയിലെ ഏതെങ്കിലും ഒരു വീട്ടില് ഒരു ഭർത്താവും ഭാര്യയും ഒരു പാത്രത്തിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ആ വീട്ടിലാണ് അല്ലാഹുവിന്റെ ബർക്കത്ത് ഇറങ്ങുന്നെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ വീട്ടിലാണ് അല്ലാഹുവിന്റെ കാരുണ്യം ഇറങ്ങുന്നത്, ആ വീട്ടിലാണ് സമാധാനമുള്ളത്, ആ വീട്ടിലാണ് ബർക്കത്തുള്ളത്. പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുമ്പോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ അകത്ത് കിടന്ന് യന്ത്രങ്ങളെ പോലെ കിടന്ന് കഷ്ടപ്പെടുകയാ. അവസാന വൈകുന്നേര സമയമായി, മഗ്‌രിബ് കഴിഞ്ഞ് ഇശാഇന്റെ സമയമായി, വീട്ടുകാർ മുഴുവനും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. നിന്റെ പ്രിയപ്പെട്ടവൾ സർവ്വതും വിളമ്പി വെക്കുകയാണ്. മോളെ, നീ കഴിക്കുന്നില്ലോ? എന്റെ ഭർത്താവ് വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പടച്ചവനെ, ഭാര്യ നിന്നെ കാത്തിരിക്കുകയാണ്. വീട്ടുകാര് മുഴുവനും ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറക്കമായി. സ്നേഹമുള്ള ഭാര്യ ഉറങ്ങാതെ വീടിന്റെ കവാടത്തിൽ കണ്ണും നാട്ട്, എന്റെ പ്രിയതമൻ വരുന്നുണ്ടോ? എന്റെ ഭർത്താവിനെ കാണുന്നില്ലല്ലോ. ടെൻഷനോടെ സമാധാനമില്ലാതെ വീടിന്റെ മുന്നിൽ കാത്തിരിക്കുകയാ. അവസാനം പടച്ചവനെ, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെന്ന് സലാം പറഞ്ഞു. ഭാര്യ വീടിന്റെ കവാടം തുറന്നു സലാം അടക്കുകയാ. അവിടെ നിക്കാ ഭക്ഷണം എടുക്കട്ടെ. ആ സമയത്ത് ചില ഭർത്താക്കന്മാര് പറയും, പെണ്ണ്,
എനിക്കൊന്ന് ഭക്ഷണം വേണ്ട, ഞാൻ എന്റെ കൂട്ടുകാരുടെ കൂടെ ഹോട്ടലിൽ പോയി വയറ് നിറച്ച് കടിച്ചിട്ടുണ്ട്, അല്ലാഹുവേ നീ വേണമെങ്കിൽ കടിച്ചോ എന്ന് കാത്തിരുന്ന ഭാര്യയോട് പറഞ്ഞിട്ട് കിടപ്പറയിലേക്ക് കടന്നു പോകുന്ന ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യയുടെ മനസ്സെന്തേടാ ചിന്തിച്ചു നോക്കാത്തത്? ആ പാവം കടിച്ചാൽ ഇറങ്ങുവോ ഭാര്യക്ക് കഴിക്കാൻ? നിന്റെ ഭാര്യക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നുവോ? സ്നേഹമുള്ളവരെല്ലാം മടക്കി വെച്ചിട്ട് പട്ടിണി വന്നിട്ട് നിന്റെ ചാരത്ത് കിടക്കുകയാ. ചെറുപ്പക്കാരാ, കരുണയില്ലാത്തവനാകരുത്, നന്ദിയില്ലാത്തവനാകരുത്. മോനെ, നിന്റെ ഭാര്യയുടെ കൂടെ നിനക്കൊന്ന് പോയിരുന്ന് കഴിച്ചാൽ ഒരുപാടൊന്നും വേണ്ട ചെറുപ്പക്കാരാ. ഒരു കിള ഭക്ഷണം കഴിക്കാൻ നിന്റെ വയറ്റിലെ സ്ഥലമുണ്ടെങ്കിൽ നിനക്കൊന്ന് കടിച്ചുകൂടി. നിന്റെ വയറിന്റെ അകത്ത് സ്ഥലമില്ലെങ്കിലോ അല്ലാഹുവേ, ഭാര്യ കടിക്കുന്ന പാത്രത്തിന്റെ അകത്ത് കൈയിട്ടിട്ട് ഒരു കിള ഭക്ഷണം ഭാര്യ നിന്റെ ഭാര്യയുടെ വായിലൊന്ന് വെച്ച് കൊടുക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവേ, അല്ലാതെ വയറ് നിറച്ച് തിന്നിട്ട് വന്ന് കിടക്കുന്ന ചെറുപ്പക്കാരാ, അത് നല്ലതാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? അതൊരിക്കലും ശരിയല്ല പൊന്നുമോര്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭർത്താവ് വരുന്നതിന് മുമ്പ് ഒറ്റയ്ക്ക് തിന്നുന്ന പെണ്ണുങ്ങൾക്കും ഇത് പാടവാ. പടച്ചവരെ, ഭർത്താവും ഭാര്യയും ഒരുമിച്ചിരുന്നാണ് കഴിക്കേണ്ടത്. ഭാര്യയ്ക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസമുണ്ടല്ലോ വിശന്ന വയറോടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ, എനിക്ക് വിശക്കുന്നു, എന്തെങ്കിലും കഴിക്കാറുണ്ടോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ 3 റൊട്ടി എടുത്ത് കൊണ്ടുവരികയാണ്. 3 റൊട്ടി എടുത്ത് കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. യാ റസൂലല്ലാഹ്, ഈ 3 റൊട്ടിയല്ലാതെ ഒന്നുമില്ല നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവെക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് കടിക്കാൻ തുടങ്ങി. 3 റൊട്ടിയും അല്ലാഹുവിന്റെ പ്രവാചകൻ കടിച്ചു. 3 റൊട്ടിയും അല്ലാഹുവിന്റെ റസൂല് ഒറ്റയ്ക്കങ്ങ് കഴിക്കുകയാണ്. ഭക്ഷണം കടിച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ ഇരുന്ന് കരയുകയാ. എന്റെ ചെറുപ്പക്കാരാ, ലോകത്തിന്റെ നേതാവിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയേ കരയുന്നത്? ആയിഷ, നിനക്ക് തരാതെ ഞാൻ തിന്നല്ലോ ആയിഷ, ഇന്ന് നിന്നെ ഞാൻ പട്ടിണി കിട്ടല്ലോ, നിനക്ക് തരാതെ ഞാൻ കഴിച്ചു പോയല്ലോ. അറിയാതെ കഴിച്ചു പോയതാ റസൂലുള്ളാഹി, അറിയാതെ കഴിച്ചു പോയതോ. പടച്ചവരെ, പ്രവാചകനോട് കരയുന്ന ഭർത്താവിനോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, നബിയേ, അങ്ങ് കഴിക്കുന്നത് കണ്ടപ്പോഴേ എന്റെ വയറ് നിറഞ്ഞു പോയി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിച്ചു, ആയിഷ, നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണ് വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോ ആയിഷ. നബിയേ, എനിക്ക് സ്വർഗത്തിലെ നിങ്ങളുടെ ഭാര്യയാകണം നബിയേ. അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഒറ്റയ്ക്ക് തിന്നുന്ന ഭർത്താക്കന്മാർക്ക് പഠിക്കാനാ. അല്ലാഹുവിന്റെ പ്രവാചകന് ഒറ്റയ്ക്ക് ഭക്ഷണം കടിച്ച പ്രവാചകന്, ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ കടിച്ച പ്രവാചകന്, ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്. ആ ഭാര്യയുടെ കയ്യിൽ പിടിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ, എനിക്ക് പൊരുത്തപ്പെട്ട് തരുവോ ആയിഷ? ഒരു നേരം തന്റെ ഭാര്യക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് കടിച്ചു പോയതിന്റെ പേരിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയോട് പൊരുത്തം ചോദിച്ചെന്ന് ചരിത്രം പറയുമ്പോ, ചെറുപ്പക്കാരാ, നീ നിന്നെ കുറിച്ചൊന്ന് ചിന്തിക്കു പൊന്നുമോന്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, സൗബാ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഏത് വീട്ടിലാണോ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആ വീട്ടിൽ അല്ലാഹുവിന്റെ ബർക്കത്ത് ഇറങ്ങുമെന്ന്
ഇറങ്ങുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടന്നയിലെ ഏറ്റവും മനോഹരമായ ഭവനം. പണമുള്ളവന്റെ വീടല്ല, 2 നില വീടല്ല, ഹജ്ജ് ചെയ്തവന്റെ വീടല്ല, ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരുടെ വീടല്ല, ഹിദായത്തിന്റെ സംഘാടകരുടെ വീടല്ല. ഈ കൂട്ടത്തിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും മനോഹരമായ ഭവനം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ എത്ര പേരാ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം? ഭാര്യയും ഭർത്താവും ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന എത്ര ആൾക്കാരായി ഈ സദസ്സിലുള്ളത്? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. കൈവക്കാൻ ഞാൻ പറയുന്നില്ല, എനിക്ക് നാണം കെടാൻ വയ്യാത്തണ്ട. എങ്ങനെ പെണ്ണുങ്ങളെ ഭർത്താവിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പടന്നയിലെ പെണ്ണുങ്ങളൊന്ന് കൈവക്കിക്ക്. കാണാനുള്ള കൊതി കൊണ്ട ഒരെണ്ണമെങ്കിലും ബുക്കോ നോക്കട്ടെ. അൽഹംദുലില്ലാഹ്, 1-2 പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾ രക്ഷപ്പെട്ടു, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും. അപ്പൊ ചോദിക്കും, ഗൾഫിൽ കിടക്കണ ഭർത്താവ്? ഗൾഫിലില്ല, ഞാൻ വീട്ടിലുള്ള എന്റെ കാര്യം പറയണം. ഉരുട്ടി കൊതിങ്ങളൊന്നും ചോദിക്കണം. വീട്ടിൽ താമസിക്കുമ്പോ ഭർത്താവ് വീട്ടിലുള്ളപ്പോ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കഴിക്കണം. അതൊരു ബർക്കത്താ. അത് പണ്ടായിരുന്നു, ഇപ്പൊ എങ്ങനാ? പണ്ടൊക്കെ വീടുകളിൽ ഒരു പാത്രം ഉണ്ടാകും, ഒറ്റ പാത്രമേ ഉള്ളൂ. അന്ന് പിന്നെ വലിയൊന്നും ഇല്ലല്ലോ, ആകെ ഒരു പാത്രം. ആ പാത്രത്തിന്റെ അകത്ത് ഉമ്മ ഭക്ഷണം എല്ലാം കൂടെ അങ്ങോട്ട് വാരിയിടും. എന്നിട്ട് സിമെന്റ് കുഴക്കണ പോലെ ഉമ്മ യന്ത്രം ഇല്ല, ഇന്നിപ്പോ സിമെന്റ് ഒക്കെ കുഴക്കണ യന്ത്രം ഉണ്ടല്ലോ. നമ്മുടെ ഉമ്മ ഈ ചട്ടിക്കകത്ത് ഭക്ഷണം ഇട്ട് ഇങ്ങനെ ഇളക്കല, എല്ലാം കൂടെ അങ്ങോട്ട് ഇളക്കും. മക്കളായി നമ്മളിങ്ങനെ കാത്തിരിക്കും. ഉമ്മയുടെ മുന്നിൽ പോയി വായി തുറന്നു കൊടുക്കും. ഉമ്മ ഇങ്ങനെ വാരി വെച്ച് തരും. അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കാൻ മക്കൾക്ക് വലിയ ഇഷ്ടമാണ്. എന്നാ പടന്നെങ്കിലെ പെണ്ണുങ്ങളെന്ന് വീട്ടിൽ പോകണം. ഇരിക്കണ ആണുങ്ങൾ വീട്ടിൽ പോയിട്ട് ഒരു 5 വയസ്സിന് മുകളിലേക്ക് പ്രായമുള്ള മക്കള് കാണാൻ വേണ്ടി ചോറും കറിയെല്ലാം കൂടെ ഒരു പാത്രത്തിലിട്ടിട്ടൊന്ന് ഇളക്കണം. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ ഭക്ഷണം നല്ലതുപോലെ ഇളക്കിയിട്ട് വേണമെന്ന് വെച്ചാൽ സ്വന്തം മക്കൾ പോലും വാങ്ങി തിന്നാത്ത കാലവാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരണം വേസ്റ്റാണെന്നാ മക്കള് ചിന്തിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, പണ്ട് ഒരു വീടുണ്ട്. ആ വീടിന്റെ അകത്ത് ഉമ്മയും വാപ്പയും മക്കളും എല്ലാവരും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നേ. അതുകൊണ്ട് പണ്ടുള്ളവർക്ക് പരസ്പരം സ്നേഹമുണ്ടായിരുന്നു. ഏറ്റവും കുറഞ്ഞത് കൂടപ്പറപ്പുകൾക്കെങ്കിലുണ്ട്. എടാ, ഇവൻ എന്റെ അനുജനാണെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന എത്ര എന്റെ കൂടപ്പറപ്പടാ. നാട്ടുകാരെന്താ പറയട്ടെ, അവൻ എന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് സഹോദരന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറി. ഇന്ന് ഏറ്റവും വലിയ ശത്രുത നാട്ടുകാർക്കല്ല, അതിന്റെ കൂടപ്പറപ്പിന് തന്നെയാണ്. ഏറ്റവും വലിയ നീ നശിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നാട്ടുകാർ, അയൽവാസികളല്ല, സ്വന്തം കൂടപ്പുറപ്പുകൾ തന്നെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാലഘട്ടം. എന്തുകൊണ്ടെന്നറിയോ? മനസ്സുകൾ തമ്മിൽ അകന്നുപോയത് കൊണ്ടാ. അതുകൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തന്നു. എന്തേ പറഞ്ഞു തന്നത്? നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. 2, അവിടുന്ന് പറഞ്ഞു, നിന്റെ ഭാര്യയ്ക്ക് ആവശ്യമുള്ളത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കണം. അവള് സാരി വേണമെന്ന് പറഞ്ഞാൽ സാരി, ചുരിദാർ വേണമെന്ന് പറഞ്ഞാൽ ചുരിദാർ, ഫർദ വേണമെന്ന് പറഞ്ഞാൽ ഫർദ, മീൻ വേണമെന്ന് പറഞ്ഞാൽ മീന്, ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ ഇറച്ചി. നിന്റെ വീട്ടിൽ ആവശ്യം നിന്റെ ഭാര്യ എന്തൊക്കെ ചോദിക്കുന്നു അവൾക്ക് ആവശ്യമുള്ളത് മുഴുവനും വാങ്ങിക്കൊടുക്കൽ നിന്റെ കടമയാ. നിന്റെ ഭാര്യ പറയുന്നു, എനിക്ക് ജോലി ചെയ്യാൻ വയ്യ, ഒരു വേലക്കാരിയെ വേണമെന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കണം. അത് നിന്റെ കടമയാ. നിന്റെ ഭാര്യ പറയുന്നു, എനിക്ക് അവള് നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അടുക്കളപ്പണിക്ക് വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുന്ന പെണ്ണല്ല. നിനക്ക് ചോറ് വെച്ച് തരാനും നിന്റെ മക്കളെ നോക്കാനും നിന്റെ വീട് നോക്കാനും നിന്റെ തുണി കഴുകി തരാനും പെണ്ണിന് നിർബന്ധമില്ല. അതൊക്കെ അവൾ ചെയ്തു തന്നാൽ അവളുടെ ഔദാര്യം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു ഭർത്താവിന്റെ കടമയാ. ഭാര്യ പറയുന്നു, എനിക്ക് ജോലിക്കാരെ വേണം, എന്റെ ആവശ്യങ്ങൾ നടത്തി തരണം എന്ന് പറഞ്ഞാൽ ചെയ്തു കൊടുക്കണം. അത് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തവൻ പെണ്ണ് കെട്ടാൻ പാടില്ല. ഭാര്യക്കും മക്കൾക്കും ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനാ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞത്. അല്ലാത്തവൻ ദിക്റും പറഞ്ഞ് നടക്കാനാ പറഞ്ഞത്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആരെങ്കിലും പറഞ്ഞോ? ഇസ്ലാം പറഞ്ഞോ? എടാ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ കഴിവുള്ളവനെ പെണ്ണ് കെട്ടാവൂ. ഇതാരോടാ പറയണേ? ഇതാരോടാ പറയണേ? വിവാഹത്തിന് പള്ളിയിൽ പോയിരിക്കും. നാട്ടുകാരെ മുഴുവനും വിളിച്ചു വരുന്നത് കണ്ടാ പടച്ചവനെ പുതിയാപ്പളല്ലോ സിനിമാ താരങ്ങൾ വരുന്നത് പോലെ ഒരുങ്ങി കെട്ടി ഇങ്ങോട്ട് വരും. പള്ളിക്കകത്ത് കൊണ്ടുവന്ന് കാഴ്ച വസ്തുവിനെ പോലെ ഇരുത്തും. അവസാന നിക്കാഹിന്റെ സമയമാകുമ്പോ പള്ളിയിലെ ഖത്തീബ് ചോദിക്കും, മഹർ എത്രാന്ന്? വായും തുറന്നിരിക്കാം മഹർ ചോദിക്കുമ്പോ. എടാ, മഹർ എത്രയാടാന്ന് ചോദിക്കുമ്പോ കണ്ണ് തെള്ളികെട്ട് വെടികൊണ്ടവനെ പോലെ ഇരിക്കുന്ന ചില ആണുങ്ങളുണ്ട്. വാപ്പാനോട് ചോദിക്കും, വാപ്പ മഹർ എത്രാന്ന്? വാപ്പ ഒന്ന് കെട്ടിയതാ, എന്നിട്ടും ചോദിക്കാം മഹർ എന്താന്ന്.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹർ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ നാട്ടിലൊക്കെ അറിയണം. ഇവിടെ എങ്ങനെയാണ് മഹറൊക്കെ? കൃത്യം ചില സ്ഥലങ്ങളിൽ നിശ്ചിത മഹറുണ്ട്. 5 പവൻ 10 പവൻ കൊടുത്തേ പറ്റത്തുള്ളൂ. എവിടെ വെച്ച് കൊടുക്കണം എന്നറിയോ? പള്ളി നിക്കാഹ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് കാണിക്കണം. 5 പവൻ ഇങ്ങനെ എല്ലാവരും നാട്ടുകാരെ ഇങ്ങനെ കാണിക്കണം. ആരാ പറഞ്ഞ കാണിക്കണോ? ആരാടാ പറഞ്ഞത്? മഹർ എന്ന് പറഞ്ഞ എന്താ? ആർക്കാ കൊടുക്കേണ്ടത്? പഠിക്കണം. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഞങ്ങളുടെ നാട്ടിൽ 10 പവനാ മഹർ കൊടുക്കണം. എന്റെ സഹോദരിയുടെ കെട്ടുതാലി വിറ്റിട്ടാ ഞാൻ മഹർ വാങ്ങി കൊടുത്തേ. കാരണം നാട്ടുകാരുടെ മുന്നിൽ നാണക്കേട്. മഹർ ആർക്കാ കൊടുക്കണ്ടേ? പെണ്ണിന്റെ വാപ്പായ്ക്കാ മഹർ കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടുന്ന പൈസയ്ക്കാ മഹർ കൊടുക്കണ്ടേ? എടാ, മഹർ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? അതിന് നിശ്ചിത ഒരു അളവില്ല. എടാ, സ്വന്തമായിട്ട് ഹലാലായ മാർഗത്തിലൂടെ അധ്വാനിച്ചത് 10 രൂപയാണെങ്കിൽ 10 രൂപയാ, അത് കൊടുത്താൽ മതി മഹർ. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അത് പള്ളി കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാനുള്ള വസ്തുവല്ല. വിവാഹത്തിന്റെ നിക്കാഹിന്റെ സമയത്ത് ഇന്നതാണ് മഹർ എന്ന് പറയണമെന്നേ ഉള്ളൂ. മഹർ കൊടുക്കേണ്ടത് ഭാര്യയുടെ കയ്യിലാണ്. അല്ലാഹുവേ, പടച്ചവനെ, മണിയറക്കകത്ത് കടന്നു ചെല്ലുമ്പോ ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, ഇതെന്റെ മഹർ, ഇതേ എന്റെ കയ്യിലുള്ളൂ. 10 രൂപയെങ്കിൽ 10 രൂപ. മോളെ, ഇനി ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. ഞാൻ നിന്നെ മരിക്കണ കാലം വരെ ദുഃഖത്തിലും സന്തോഷത്തിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകുന്ന ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി. ഭാര്യ തൃപ്തിപ്പെട്ട അതിനാ മഹർ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ആദം നബി ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹ കൊടുത്തത് സലാത്തായിരുന്നടാ പൊന്നുമോനെ. എത്രയോ ഹദീസിന് എത്രയോ സഹാബാക്കൾ കൊടുക്കാൻ പൈസയില്ലാതെ മഹറായിട്ട് കൊടുത്തത് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിനക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാം. ഇതിനാ മഹർ എന്ന് പറയുന്നത്. സ്വന്തമായി അധ്വാനിച്ച ഹലാലായ മാർഗത്തിലൂടെ ഉള്ളത് അത് എന്താണോ അത് ഭാര്യയുടെ കയ്യിൽ കൊടുത്ത് തൃപ്തിപ്പെടുത്ത്. അതിനാണ് മഹർ എന്ന് പറയുന്നത്. അല്ലാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കഴിവുള്ളവനെ വിവാഹം കഴിക്കാവൂ. ഭാര്യയുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ. ഇത് പറയുമ്പോ പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷം. പറവസ്താതെ എല്ലാം മേടിച്ചു തരണം, അല്ലേ? എല്ലാം മേടിച്ചു തരണം. പെങ്ങളെ, ഞാൻ എല്ലാം പറഞ്ഞു തരാം. ഭർത്താവിന്റെ കടമയാണ് ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൽ. അവൾക്ക് ആവശ്യമുള്ളത് ചില ഭർത്താക്കന്മാര് കെട്ടി ഇങ്ങനെ ഇട്ടേക്കും. ഓടി നടന്ന് പെണ്ണ് കെട്ടുന്നവന്മാരുണ്ട്. അല്ലാഹു ആലം, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഓടി നടന്ന് പെണ്ണ് കെട്ടും. എന്നിട്ട് 2 മക്കളെയും കൊടുത്ത് സമ്മാനിച്ചിട്ട് മുങ്ങി നടക്കുന്ന പല ആൾക്കാരുണ്ട്. ചെലവിന് കൊടുക്കണം സഹോദരൻ. എന്തിനാ ഈ പിശുക്കത്തരം കാണിക്കുന്നത്? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുത്ത, ഇടം നീ 1 കിലോ അരി വാങ്ങിക്കൊടുത്ത, ഒന്ന് മറ്റൊരു കടയിൽ പോയി പച്ചക്കറി വാങ്ങിക്കൊടുത്ത, അരി വാങ്ങിക്കൊണ്ടു കൊടുത്ത, ഇറച്ചി വാങ്ങിക്കൊടുത്ത, മീൻ വാങ്ങിക്കൊടുത്ത, ഒരു മാക്സി വാങ്ങിക്കൊടുത്ത, ഒരു മുട്ടുസൂചി നീ നിന്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുത്ത, നിനക്ക് സദക്കയുടെ കൂലിയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു മുട്ടുസൂചി വാങ്ങിക്കൊടുത്താലും, നിന്റെ ഭാര്യയുടെ വായിൽ ഒരു ഉരുള ഭക്ഷണം വാരി വെച്ചാലും നിനക്ക് മീസാൻ എന്ന ത്രാസിൽ അത് സദക്കയുടെ കൂലിയായി വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. എങ്ങനെ വാങ്ങിക്കൊടുക്കുന്ന ഭർത്താവിനെ സദക്ക? ഭാര്യ പറയുന്നു, നിനക്കൊരു ചുരിദാർ വേണം. കൊടുക്കത്തത് പ്രാവി വാങ്ങിക്കൊടുത്താൽ പതിവ് കിട്ടൂല. ഭാര്യ പറയുന്ന, എനിക്കൊരു ചുരിദാർ വേണം, ഒരു ഫർദ വേണം. ആ സമയത്ത് പടച്ചവനെ, അല്ലാഹുവേ, എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന ആഗ്രഹത്തോടുകൂടി നീ അത് വാങ്ങിക്കൊടുത്താൽ നിനക്ക് സദക്കയുടെ കൂലി. അല്ലാതെ കടയിൽ പോയി വാങ്ങിക്കൊടുത്തിട്ട് പടച്ചവനെ പറയാനുള്ളത് മുഴുവനും പറഞ്ഞുകൊടുത്ത് പ്രാവിയിട്ട് വാങ്ങിക്കൊടുത്തിട്ട് കാര്യമില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇത് പറഞ്ഞപ്പോ പെണ്ണുങ്ങളങ്ങ് അർശിന്റെ മുകളിൽ കയറണ്ട. മോളെ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ 3 വൃത്തികെട്ടവരുണ്ട്. നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് അല്ലാഹു കരുണ കാണിക്കാത്ത 3 വിഭാഗമുണ്ട്. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ഭർത്താവിന്റെ കഴിവുകേട്, ഭർത്താവിന് വാങ്ങിത്തരാൻ കഴിവില്ല എന്നറിയാം, എന്നിട്ടും ഭർത്താവിനെ പീഡിപ്പിക്കുന്ന പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കൂടെ ഉണ്ട്. നിന്റെ ഭർത്താവ് പടച്ചവനെ, നീ കിടക്കണത് വാടക വീട്ടിൽ, അയൽവാസിയുടെ വീട്ടിൽ ആക്റ്റീവ് വരുമ്പോ നീ കെട്ടിയവനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുക. ആ സാധു എങ്ങനെ പടച്ചവനെ ഒരു ദിവസം അന്നം കൊടുക്കുന്നത്? കഷ്ടപ്പാടില്ല. ഭർത്താവിന്റെ സാമ്പത്തിക സ്രോതസ് കൂടെ മനസ്സിലാക്കണം, കപ്പാസിറ്റി കൂടെ മനസ്സിലാക്കിയിട്ട് വേണം നീ പലതും പറയാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഭർത്താവിന്റെ കടമ, നീ കഴിക്കുന്ന ഭക്ഷണം നിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം, വേർതിരിവ് കാണിക്കരുത്, ഒറ്റയ്ക്ക് കഴിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പാലിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. 2, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറഞ്ഞു, സ്വഹാബാ
വലാ തദ്രിബിൽ വജ്ഹ, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കല്ലേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്ന സ്വഹാബ, വലാ തദ്രിബിൽ വജ്ഹ, നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ അടിക്കല്ലേ. വലാ തുകബ്ബിഹു, നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് നബിഗിന റസൂലുള്ളാഹി. എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറയുമ്പോ? ഇഷ്ടപ്പെടുന്നില്ലേ? നിർത്തണോ? പറയണോ? നിർത്തണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്ക്. ഉസ്താദ് വാക്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുള്ളവർ. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാന്നല്ല, ബാക്കിയുള്ള സ്ഥലത്ത് അടിക്കാമെന്നല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയെ തല്ലാൻ പാടില്ല, പ്രത്യേകിച്ച് മുഖത്തടിക്കാൻ പാടില്ല. നമ്മൾ അടിച്ച അവിടെ മാത്രമേ അടിക്കത്തുള്ളൂ. മുഖം ഇവിടെ അടിക്കുന്നതിന് എന്താ പറയാ? നീ എന്തോടെ പറയാൻ പേടി? ഞങ്ങളുടെ നാട്ടിലെ ഇവിടെ എന്താ പറയുന്നത്, ചിലപ്പോൾ ഈ ഭാഷയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുമല്ലോ. മുഖം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എന്ത് വന്നാലും ആദ്യം അടിക്കുന്നത് ഇവിടെയാണ്. നിങ്ങളുടെ ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ തല്ലാൻ പാടില്ല. രണ്ട്, ചീത്ത വിളിക്കരുത്. അല്ലാഹു അലം, ഡിക്ഷണറി പോലും അതിന്റെ അർത്ഥം കാണൂല അങ്ങനത്തെ പള്ള വിളിക്കണ ഭാര്യയെ അല്ലേ. പട്ടി, പന്നി, മറ്റേ വാപ്പ എന്തൊക്കെയാ വിളിക്കണില്ല. അല്ലാഹു അലം. ചങ്ങായിമാരെ, നിന്നെ പോലെ അഭിമാനമുള്ളത് അവളും, അവക്കും ഓടുന്നത് രക്തമൊക്കെ തന്നെ. പിന്നെ ആ സാധുക്കള് ക്ഷമിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാര്യയെ ചീത്ത വിളിക്കാൻ പാടില്ല, തല്ലാൻ പാടില്ല. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരെ തല്ലികെട്ടില്ല. 11 ഭാര്യമാരുമായി ജീവിച്ച പ്രവാചകൻ ഒരിക്കൽ പോലും ഒരു സാഹചര്യത്തിലും തന്റെ ഭാര്യമാരെ തല്ലികെട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ഏത് സാഹചര്യമാകട്ടെ, ഒരിക്കൽ പ്രവാചകനും ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ പിണങ്ങി. രണ്ടുപേരും വല്ലാത്ത, ആയിഷ ബീബി നല്ല ദേഷ്യത്തില. ആയിഷ ബീബി റളിയല്ലാഹു തആല കലി തുള്ളി നിൽക്കുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങളാ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുക, നിങ്ങളാ അല്ലാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ആള്? ആ ചോദ്യം അടികൊള്ളേണ്ട ചോദ്യമാ. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സാഹചര്യത്തിലും തല്ലിയില്ല. അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞത് എന്തെന്നറിയുമോ? ആയിഷ, നിനക്ക് എന്നോട് സ്നേഹമുള്ളത് എപ്പോഴാ, എന്നോട് ദേഷ്യമുള്ളത് എപ്പോഴാ? എനിക്കറിയാം ആയിഷ, നീ എപ്പോഴാണ് എന്നോട് സ്നേഹമുള്ളത്, എപ്പോഴാണ് എന്നോട് സ്നേഹമില്ലാത്തത്, എനിക്കറിയാം. അപ്പൊ ഉടനെ ചോദിച്ചു, നബി എങ്ങനെ അറിയാൻ നബി? അതാ അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യ പെട്ടെന്ന്, പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് ഭർത്താക്കന്മാര് മനസ്സിലാക്കേണ്ടത്, ഭാര്യമാര് ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താക്കന്മാര് മിണ്ടാതിരിക്കണമെന്ന് മഹാന്മാര് പറയുന്നു. ഭാര്യ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായ ഭർത്താവ് മിണ്ടാതിരിക്കണം. കാരണം എന്തേ? അവൾ ദേഷ്യത്തിലായത് കാരണം നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവള് മറുപടി പറയും. എന്ന് പറഞ്ഞാൽ തറുതല പറയും. നമ്മൾ എന്തെങ്കിലും പറയും, ഉടനെ അവള് തറുതല പറയും. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അവളെ തല്ലുകൊടുക്കും. തല്ലുകൊണ്ടാ വാങ്ങിച്ചോണ്ട് പോയിരിക്കോ? ഇല്ല. പിന്നെയും തായിക്കാന്ന് പറഞ്ഞ് പുറകെ വരും. നീ പിന്നെ വലിയ കരുണയുള്ളവനെ, വാരി അങ്ങ് കൊടുക്കും. അവസാനം ബാഗും പെട്ടി എടുത്തോണ്ട് വീട്ടിൽ പോകും. വാപ്പായും വിളിച്ചോണ്ട് പടന്നയിലോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയും, എന്നെ പീഡിപ്പിച്ചെന്ന്. അകത്ത് പോയി കിടന്ന് ഉണ്ട തിന്നണ്ട വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അത് തന്നെ, ഭാര്യമാര് ദേഷ്യത്തിലാണെങ്കിൽ അവള് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ തറുതല പറയുമ്പോ നമുക്ക് ദേഷ്യം വരും, നമ്മൾ തല്ലും. എന്നാ ഒന്നീ നിർത്തോ? ഇല്ല. അവള് പിന്നെയും പറഞ്ഞുകൊണ്ട് വരും, നീ കൊടുത്തുകൊണ്ടേയിരിക്കും. അവസാനം പിന്നെ അകത്ത് പോയി കിടക്കേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ലത് മിണ്ടാതിരിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെ. നിന്റെ ഭർത്താവിന്റെ സ്വഭാവത്തിൽ മാറ്റം കണ്ട നിന്റെ ശരീരത്തിന് നല്ലത് നീയും മിണ്ടാതിരിക്കല. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് എപ്പോഴാ എന്നോട് സ്നേഹം, എപ്പോഴാ ദേഷ്യം എനിക്കറിയാം. എങ്ങനെ അറിയാൻ നബിയെ? എങ്ങനെ? ആകാംക്ഷയോടുകൂടി അത്രയും ദേഷ്യത്തിൽ നിന്ന ഒരു കൗൺസിലിങ്ങിന്റെ വശമാ, അത്രയും കോപത്തിൽ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, എങ്ങനെ അറിയാന്ന്? ആ സമയത്ത് അവിടെ നിന്ന് പറഞ്ഞു, ആയിഷ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ മുഹമ്മദ് നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം, നീ അങ്ങനെ പറയും. എന്നോട് ദേഷ്യമാണെങ്കിൽ ലാ റബ്ബി ഇബ്രാഹിം നബിയുടെ റബ്ബിനെ കൊണ്ടാണ് സത്യം. അങ്ങനെ പറയുമ്പോൾ എനിക്കറിയാം. സ്നേഹമുണ്ടെങ്കിലേ എൻ്റെ പേര് പറയൂ, ദേഷ്യമാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ പേര് പറയും. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനത്തെ സാഹചര്യത്തിൽ പോലും അങ്ങനെയാ പെരുമാറേണ്ടത്.
അതിനാ കുടുംബജീവിതം എന്ന് പറയുന്നത്. സഫിയ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരിക്കൽ പ്രവാചകന്റെ കയ്യിൽ ഇറച്ചിക്കറി കൊണ്ടുവന്നിട്ട് കൊടുത്തു. വേറൊരു ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പ്രവാചകനെ കാത്തിരിക്കുക. അപ്പോഴാണ് അടുത്ത ഭാര്യ കറി കൊടുത്തു വിടുന്നത്. ആ കറിയുമായി വീട്ടിലേക്ക് കയറി വന്നിട്ട് ആയിഷ ബീവിയുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ സഫിയ തന്നതാ അല്ലാഹ്, നല്ല ടേസ്റ്റുള്ള കറിയാ, കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ, എടുത്തൊരൊറ്റ ഏറ്. അല്ലാഹുവേ, ആയിഷ ബീവി റളിയല്ലാഹു തആല കറിയും പാത്രം എടുത്തൊരൊറ്റ ഏറ്, പാത്രം പൊട്ടി ചിതറി. അള്ളാഹുവിന്റെ റസൂല് തല്ലിയില്ല, മിണ്ടാതെ താഴെ ഇരുന്നിട്ട് പറക്കിയെടുത്തു. നമ്മളാണെങ്കിൽ ആലോചിക്കുക, എടാ നിന്റെ വീടിന്റെ അയലത്ത് താമസിക്കുന്ന നിന്റെ കൂടപ്പുറപ്പ് സഹോദരി വീട്ടിൽ നല്ല ഒരു പോത്തിറച്ചിയൊക്കെ വെച്ചപ്പോ എൻ്റെ ഇക്കായ്ക്ക് വലിയ ഇഷ്ടമാണല്ലോ എന്ന് കരുതിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് കറി എടുത്തിട്ട് നിന്റെ കയ്യിൽ തന്നു. അതുമായി വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ആമിന എന്റെ സഹോദരി വെച്ച് ഇറച്ചിക്കറിയാ, നീ ഇത്തിരി വിളമ്പിത്താന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവളങ്ങാണം തറയിലെറിഞ്ഞ് പൊട്ടിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉള്ള രംഗമൊന്ന് ആലോചിച്ച് വയ്ക്കേ, ചിലപ്പോൾ അതിന്റെ പേരിൽ തലാക്ക് വരെ സംഭവിക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരെ തല്ലരുത്, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്തടിക്കരുത്, നിങ്ങൾ അവളെ ചീത്ത വിളിക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പല സാഹചര്യത്തിൽ ഞാൻ നിങ്ങളും വിളിച്ചു പോയിട്ടുണ്ട്, അള്ളാഹു നമുക്ക് പുറത്തു തരുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കടമ, ഭാര്യയെ തല്ലാൻ പാടില്ല. അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ത്? ഭാര്യയെ തല്ലരുത്. ഭാര്യയെ തല്ലരുത് എങ്കിൽ 5 സമയങ്ങളിൽ പെണ്ണുങ്ങൾക്ക് തല്ല് കൊടുക്കാമെന്ന് കിതാബിലുണ്ട്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് 5 സമയങ്ങളിൽ? പറ മനുഷ്യന്മാരെ, 5 സമയങ്ങളിൽ ആരത്തല്ല? ആരത്തല്ല? ഓ, ഇപ്പൊ ഒരു സന്തോഷം മുഖത്തില്ലേ, ഇപ്പോഴൊരു സന്തോഷമുണ്ട്, അൽഹംദുലില്ലാഹ്. ഭാര്യമാരെ തല്ലാൻ പറ്റുന്ന 5 സമയങ്ങളുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു കൊടുക്കട്ടെ. ഇത് നിങ്ങൾക്കുള്ളതാ, നിന്റെ ശരീരം സൂക്ഷിക്കാൻ. ഇത് നിനക്ക് സൂക്ഷിക്കാനുള്ള 5 കാര്യമാണ്. റസൂലുള്ളാഹി അവിടുന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, ഒന്നാമതായിട്ട് ഭാര്യയ്ക്ക് തല്ലുകൊടുക്കാൻ പറ്റുന്ന 5 സമയങ്ങളിൽ ഒന്നാമത്തെ സമയം കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ. അവൾക്ക് രോഗമില്ല, അവൾ ശുദ്ധിയാണ്, ആരോഗ്യമുണ്ട്. ഗൾഫിൽ നിന്നിട്ട് 2 കൊല്ലത്തിന് ശേഷം 1 മാസത്തെ ലീവിന് വന്ന സാധു പടച്ചവനെ പിണങ്ങി കിടക്കാം, തന്റെ ഭർത്താവിനോട് സഹകരിക്കുന്നില്ല. അങ്ങനെയുള്ള ഭാര്യയ്ക്ക് തല്ലുകൊടുക്കാമെന്ന് കിതാബിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ തല്ലണമെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. 2 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം ഏതെന്നറിയുമോ? ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ, പടന്നയിലെ പെങ്ങള്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യയുണ്ടല്ലോ, അവൾക്ക് തല്ല് കൊടുക്കാവടാ ചെറുപ്പക്കാരോ. എന്നോട് ഞാൻ പറഞ്ഞു, അതാ ഭർത്താവിന്റെ കടമയാണ് ഭാര്യയ്ക്ക് ചിലവിന് കൊടുക്കലു. ഏത് ഭാര്യയ്ക്കും അറിയുവോ? നീ പറയുന്നതനുസരിക്കുന്ന ഭാര്യക്കാണ് ചിലവിന് കൊടുക്കേണ്ടത്. നീ പറയുന്നത് കേൾക്കാത്തവൾക്ക് ചിലവിന് കൊടുക്കാൻ ആരും പറയുന്നില്ല. അല്ലാഹുവേ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങി കറങ്ങുന്ന പടന്നയിലെ പെങ്ങള്, അതിന് സാര പാപമല്ലടി പൊന്നുമോള്, അതിന് സാരമായി തള്ളിക്കളയാറുള്ള കാര്യമല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് പടച്ചവനെ, പ്രവാചകന്റെ കാലഘട്ടത്തിലു ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, ഞാൻ വരുന്നത് വരെ നീ വീടിന്റെ വെളിയിലിറങ്ങരുത്, ഞാൻ വരുന്നത് വരെ വീടിന്റെ പുറത്തു നീ പോകരുത്. ഭർത്താവ് പറഞ്ഞിട്ട് യാത്രയാവുകയാ. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ വാപ്പയങ്ങ് രോഗിയാവുകയാണ്. പെട്ടെന്ന് പിതാവ് രോഗിയായി. പടച്ചവനെ, എല്ലാവരും എന്ന് പറഞ്ഞ് നിന്റെ വാപ്പ രോഗിയായി കിടക്കുകയാ. അല്ലാഹുവേ, ഭർത്താവ് പറഞ്ഞു വീടിന്റെ വെളിയിലിറങ്ങരുത്. ആ പെണ്ണ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരാളിനെ പറഞ്ഞു വിടുകയാ. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ,
എന്റെ പിതാവ് രോഗിയായി കിടക്കുകയാണ്, എനിക്കൊന്ന് കാണാൻ ആഗ്രഹമുണ്ട് നബിയേ. പക്ഷേ എന്റെ ഭർത്താവ് വീട് വിട്ട് വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്റെ വാപ്പാനെ ഒന്ന് കാണാൻ പോകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കലാണ് നല്ലത്. നിന്റെ ഭർത്താവിനെ നീ അനുസരിക്കൂ. പടച്ചവനെ, ജനങ്ങൾ രണ്ടാമത് വന്നു പറഞ്ഞു, പെണ്ണേ, നിന്റെ പിതാവ് മരണസമയത്താ, നിന്റെ വാപ്പയതാ മരണാസന്നമായി കിടക്കുകയാ, നിന്റെ വാപ്പ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുകയാ, നിന്നെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അല്ലാഹുവേ, അപ്പോഴും പ്രവാചകന്റെ ചാരത്തേക്ക് പറഞ്ഞു വിടുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് ജന്മം നൽകി എന്റെ പിതാവ് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്നു നബിയേ. ഞാനൊന്ന് പോയി അവസാനമായിട്ടൊന്ന് കാണാൻ പോകട്ടെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നിന്റെ ഭർത്താവിനനുസരിക്കൂ. പെങ്ങളെ, മൂന്നാമത് ജനങ്ങൾ വന്ന് പറഞ്ഞു, പെണ്ണേ, നിന്റെ വാപ്പ മരണപ്പെട്ടു, വാപ്പാന്റെ മയ്യത്ത് കാണാനെങ്കിലും നീ ഇറങ്ങി വരുവോ? അല്ലാഹുവിനെ പേടിയുള്ള പെണ്ണ് പ്രവാചകന്റെ മുന്നിലേക്ക് പറഞ്ഞു വിടുകയാ, എന്റെ വാപ്പ പോയി നബിയേ, അവസാനമായി ഞാനും ആ ജനാസ കാണാ പോകട്ടെ നബിയേ. പ്രവാചകൻ എപ്പോഴും പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? പെണ്ണേ, നിന്റെ ഭർത്താവിനനുസരിക്കൂ. സ്വന്തം ബാപ്പ മരിച്ചിട്ട് പോലും കാണാ പോയില്ല. ഭർത്താവ് പോകരുതെന്ന് പറഞ്ഞാ പോകരുത്. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ, ഭർത്താവിന്റെ അനുവാദമില്ലാതെ നീ എങ്ങാണം വീട് വിട്ട് വെളിയിലിറങ്ങിയാ ഈ ലോകത്തുള്ള സർവചരാചരങ്ങളും നിന്നെ ശപിക്കും പെണ്ണേ. അല്ലാഹുവിന്റെ മലക്കുകളുടെ ശാപം നിനക്ക് കിട്ടുകയോ? ആ പോകുന്ന വഴിയിലെങ്ങാനും നീ മരിച്ചു പോയാ ദുനിയാ വൽ ആഖിറ, നിന്റെ ദുനിയാവും ആഖിറവും പോയി. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങുന്ന ഭാര്യ, കൊടുക്കാമടാ ചെറുപ്പക്കാരോ, അവൾക്ക് തല്ല് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. മൂന്നാമത്തെ ഭാര്യയാരാ? പടന്ന പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാ, പടച്ചറപ്പിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് 5 നേരം ബാങ്ക് വിളിക്കുമല്ലോ. പടച്ചവനെ, സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേറ്റ് ചാരത്ത് കിടക്കുന്ന ഭാര്യ വിളിച്ചുണർത്തി നിസ്കരിക്കാൻ പറഞ്ഞിട്ട് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അതേ കിടപ്പിൽ തന്നെ കിടക്കുകയാ. നമസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യമാര്, നിസ്കരിക്കാത്ത ഭാര്യമാര്, അവർക്ക് തല്ല് കൊടുക്കാമടാ ചെറുപ്പക്കാരോ, അവൾക്ക് തല്ല് കൊടുക്കാമടാ ചെറുപ്പക്കാരാ. നാലാമത്തെ ഭാര്യയാരാ? രാത്രി ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുകയാണ്. ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് പള്ളിയിലേക്ക് പോയി നമസ്കരിച്ചു. പക്ഷേ ഭാര്യ എഴുന്നേറ്റിട്ടില്ല. അവൾ അല്ലാഹുവേ വലിയ അശുദ്ധിക്കാരിയാണ്. അവൾ കുളിക്കുന്നില്ലോ. കുളി ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവുകയാ. പെണ്ണെ, കുളിക്കടി എന്ന് പറഞ്ഞിട്ടും വലിയ അശുദ്ധിക്കാരിയാണ്, ഹൈലുകാരിയാണ്. ശുദ്ധിയായിട്ടും കുളിക്കാതെ ഇങ്ങനെ നടക്കുകയാ. റബ്ബേ, ആ ചെറുപ്പക്കാരാ, പെണ്ണിനെ തല്ല് കൊടുക്കാമടാ. അഞ്ചാമത്തെ പെണ്ണാരെന്നറിയുവോ? പടന്നയിലെ ഓരോ ചെറുപ്പക്കാരും പഠിക്കണം പൊന്നുമോര്. അവിടെന്ന് പറയുകയാ, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, നീ ചോദിക്കുന്നത് മുഴുവനും വാങ്ങിക്കൊടുക്കാറുണ്ട്. സാരിയെങ്കിൽ സാരി, ചുരിദാറെങ്കിൽ ചുരിദാറ്, സ്വർണമെന്ന് പറഞ്ഞ സ്വർണം, അവള് ചോദിക്കുന്നത് മുഴുവനും നീ വാങ്ങിക്കൊടുക്കാറുണ്ടല്ലോ. പക്ഷേ പാതിരാത്രി നിന്റെ മണിയറയിലേക്ക് കടന്നു വരുമ്പോ വരുന്ന കോലമൊന്ന് ചിന്തിക്കടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മൈലാഞ്ചിയിടാതെ മണിയറയിൽ പോകുന്ന ഭാര്യ പ്രവാചകന് ഇഷ്ടമായിരുന്നില്ല. മൈലാഞ്ചിയിടാതെ മണിയറയിൽ പോകുന്ന ഭാര്യ, പടച്ചവനെ, സുറുമയിടാതെ
ഇടപെടാതെ മണിയറയിലേക്ക് കടന്നു പോകുന്ന ഭാര്യ പ്രവാചകന് ഇഷ്ടമില്ലായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ പടന്നയിലെ ചെറുപ്പക്കാരാ, എടാ നിന്റെ മുന്നിൽ വരുമ്പോ എങ്ങനെയാ നിന്റെ ഭാര്യ വരുന്നത്? പക്ഷേ പടന്നയിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് നിന്റെ ഭാര്യ പോകുന്ന രംഗം കണ്ടിട്ടുണ്ടോ? പടച്ചവരെ പുതുവസ്ത്രങ്ങൾ ധരിച്ചു, ശരീരം മുഴുവനും സ്വർണ്ണാഭരണങ്ങൾ വാരിയിട്ടു, പടച്ചവനെ സ്പ്രേയും അടിച്ചിട്ട് പോകുന്ന രംഗം നീ കണ്ടിട്ടില്ലൂ? നാണമില്ലേടാ ചെറുപ്പക്കാരാ? നിനക്ക് കാണാനുള്ളതല്ലേ നിന്റെ ഭാര്യ? നീ കഷ്ടപ്പെട്ടല്ലേ സർവ്വതം വാങ്ങിക്കൊടുത്തത്? അവള് നിന്റെ മുന്നിൽ അത് ധരിച്ചു കൊണ്ടുവരില്ലോ, നാട്ടുകാരുടെ മുന്നിൽ ധരിച്ചു കൊണ്ടുപോകുന്നു. ചെറുപ്പക്കാരാ, നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യയുണ്ടല്ലോ, നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ. അവള് സാരി വേണം, മാല വേണം, എന്ത് വേണമെന്ന് പറഞ്ഞാലും നീ വാങ്ങിക്കൊടുക്കും. ഏത് സുഗന്ധം വേണമെന്ന് പറഞ്ഞാലും നീ വാങ്ങിക്കൊടുക്കും. എന്നാ നിന്റെ മുന്നിൽ വരുന്ന കോല എങ്ങനെ നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാ നാട്ടുകാരെ കാണിക്കാനാ നീ വാങ്ങിക്കൊടുത്ത്? എടാ, വീടിന്റെ അലമാരിക്കൊക്കെ തടച്ചു വെക്കാനുള്ളതല്ല പെണ്ണെ ഞാൻ പറയുന്നത്. പൊന്നുമോളെ, നീ നിന്റെ ഭർത്താവിന്റെ മുന്നിൽ പോകുമ്പോ ഒരുങ്ങിപ്പോകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൈലാഞ്ചി ഇടാതെ പോകുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല. നീ കല്യാണത്തിന് അന്നല്ലേ മൈലാഞ്ചി ഇട്ട, പിന്നെ ഇട്ടിട്ടുണ്ടോ? രാത്രി ഭർത്താവിന്റെ അടുക്ക പോകുമ്പോ സുറുമ ഇട്ടുകൊണ്ട് പോണ എത്ര പെണ്ണുങ്ങളുണ്ട്? ഉസ്താദെ, എന്റെ പെട്ടിയവന് എന്റെ ഭർത്താവിന് അയൽവാസിയായ പെണ്ണുമ്പിള്ളയായിട്ട് ഭയങ്കര കമ്പനിയാ ഉസ്താദെ. ആയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. നിന്റെ ഭർത്താക്കന്മാർക്ക് അടുത്തവന്റെ പെണ്ണുമ്പിള്ളയുമായിട്ട് ബന്ധം ഉണ്ടാകാനുള്ള കാരണം നീ തന്നെയല്ലേ? നീ നേരെ ജപ ഒരുങ്ങിക്കെട്ടി പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭർത്താവ് പോവോ? നീ നേരെ ജപ ഒരുങ്ങിക്കെട്ടി പോകേണ്ടതുപോലെ പോയിരുന്നെങ്കിൽ ഓരോ ദിവസവും കുളിച്ചൊരുങ്ങി മനോഹരമായ വസ്ത്രം ധരിച്ച് നിന്റെ ഭർത്താവിന് നിന്നെ കാണുമ്പോ കൊതി തോന്നുന്ന രീതിയിൽ നീ പോയിരുന്നെങ്കിൽ വല്ലവന്റെ പെണ്ണുമ്പിള്ളയുടെ പുറകെ നിന്റെ ഭാര്യ ഭർത്താവ് പോകില്ല. നീ അങ്ങനെ പോകില്ലല്ലോ. നീ കല്യാണ വീട്ടിൽ പോകുമ്പോ നിന്റെ ഒടുക്കത്തെ ഒരുക്കൊരുങ്ങി പോകും. അവിടെ നാട്ടുകാരെ കാണിക്കാൻ എഴുന്നള്ളത്തിന് പോകുന്ന ആന പോലെ കെട്ടിയവന്റെ മുന്നിൽ പോകുമ്പോ അടുക്കളയിൽ ഇട്ടിരുന്ന വസ്ത്രം ധരിച്ചിട്ട് പോകും. പിന്നെ ഓടിയില്ലെങ്കിലല്ലേ കുഴപ്പമുള്ളൂ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്ക അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് പറയുന്ന, നല്ല വസ്ത്രം ധരിച്ച് നല്ല രീതിക്ക് പോകും. ഇതാരോടാ പറയുന്നത്? 50 കഴിഞ്ഞ 45 വയസ്സ് കഴിഞ്ഞ ഭർത്താവ് ഒരു റൂമി, ഭാര്യ ഒരു റൂമി, ഇങ്ങനെ കിടക്കാം. ഈ സദസ്യരിക്കട വാപ്പമാരും ഉമ്മമാരും സ്വന്തം വീട്ടിലെ നിങ്ങൾ രണ്ടുപേരും പ്രായമായ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണ എത്ര കുടുംബമുള്ള കിടക്കൂല. കാരണം എന്തേ? കടന്നിട്ട് പ്രയോജനമില്ല. വാപ്പ, നീ പെണ്ണ് കെട്ടിയത് സെക്സിന് വേണ്ടിയാ? നീ വികാരം തീർക്കാൻ വേണ്ടിയ പെണ്ണ് കെട്ടിയേ? അല്ലാഹുവേ പടച്ചവനെ, ഭാര്യയും ഭർത്താവ് ഒരു മോഡലാ. 45 കഴിഞ്ഞ 2 റൂമി, പാപ്പ അവിടെ, ഉമ്മ ഇവിടെ. ആയിഷ വാടി കൂടെ കിടക്കാം. അല്ലോ, മക്കളൊക്കെ നിൽക്കുന്നില്ലേ? അതാ ഭർത്താവ് ഭാര്യ വിളിക്കണം, വാ നമുക്ക് ഒരുമിച്ച് കിടക്കാം. അതോ മക്കളൊക്കെ ഇല്ല. മക്കൾ നിൽക്കുന്നെന്ത്? അവർക്ക് സൂഹിക്കുന്നതിന് കുഴപ്പമില്ലേ? നിന്നെ കെട്ടിയത് മക്കളല്ല, നിന്റെ ഭർത്താവാ. ആ മനുഷ്യന്റെ കൂടെ മരിക്കണ കാലം വരെ താങ്ങും തണലുമായി നിൽക്കാനാ നിന്നെ വിവാഹം കഴിച്ച് നീ അടുത്ത റൂമിൽ പോയി കിടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര് ചിന്തിക്കണം, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കണം. വാപ്പ മരിക്കണ കാലം വരെ, മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് തന്നെ കിടക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ 5 സമയങ്ങളിൽ ഭാര്യയ്ക്ക് പൊട്ടാത്ത രീതിയിൽ അടി കൊടുക്കാമെന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യമാരുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്, നിങ്ങൾ അവളെ ചീത്ത വിളിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 3ാമത്തെ കടമ എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒരു ഭർത്താവിന് തന്റെ ഭാര്യയോടുള്ള 3ാമത്തെ കടമ എന്തെന്നറിയോ? നിന്റെ ഭാര്യ നിന്റെ വീട്ടിലെ വേലക്കാരിയല്ല, അടിമപ്പെണ്ണല്ല. ചെറുപ്പക്കാരാ, നിന്റെ ഭാര്യ വീടിന്റെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. യന്ത്രങ്ങളെ കറങ്ങുന്നത് പോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വീടിന്റെ കത്ത് കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുന്നവനല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഭർത്താക്കന്മാര് നിന്റെ ഭാര്യയെ സഹായിക്കടൂ. അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഭാര്യയുണ്ടല്ലോ, സമയം കിട്ടുമ്പോ നീ അവളെ സഹായിക്കല് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഭർത്താക്കന്മാര് അടുക്കളയിൽ കയറുന്നത് കുറച്ചലാണെന്ന് കരുതല്ലോ. ആരാ പറഞ്ഞു തന്നത്? അടുക്കളയിൽ കയറിയാ നിന്റെ അഭിമാനം ഇടിയുമെന്ന് ആരാ പറഞ്ഞു തന്നത്? മോനെ, ഒരിക്കലും
ഒരിക്കലും നിന്റെ അഭിമാനം ഇടിയുകയില്ല. ഭാര്യയുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്നെ കുറിച്ച് വല്ലാത്ത മതിപ്പാടാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളു പടച്ചവനെ പ്രവാചകൻ തന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ തന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയോ കുഴച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആയിഷ ബീബി അങ്ങ് ഉറങ്ങിപ്പോയി. പ്രവാചകൻ വീടിന്റെ അകത്ത് വിശന്നുകൊണ്ട് ഓടി വരുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയുവോ? ആയിഷ ബീബി ഇരുന്ന് ഉറങ്ങുകയാണ്. ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. പ്രവാചകൻ എന്തേ ചെയ്തതെന്നറിയുവോ? ഉറങ്ങുന്ന ആയിഷ ബീവിയെ ഉണർത്തിയില്ല. മിണ്ടാതെ ചെന്നിട്ട് മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാ. അടുത്ത് ചെന്നിട്ട് അതാ മാവിന്റെ പാത്രം അങ്ങെടുക്കുകയാണ്. കൊണ്ടുപോയിട്ട് പ്രവാചകന് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. അവസാനം ഉറങ്ങുന്ന ഭാര്യയുടെ മുന്നിൽ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് പ്രവാചകൻ ഇങ്ങനെ കാത്തിരിക്കുകയാ. പക്ഷേ ആയിഷ ബീവി ഉണരുന്നില്ല. അവസാനം അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചു, ആയിഷ എഴുന്നേക്ക്, ആയിഷ ഭക്ഷണം കഴിക്കുക, ആയിഷ. യാ റസൂലല്ലാഹ്, എന്തേ നബിയേ എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആയിഷ എല്ലാ ദിവസവും ഭക്ഷണം ഉണ്ടാക്കുന്നത് നീയല്ലേ, ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് കരുതി ആയിഷ. എന്റെ ചെറുപ്പക്കാരാ, റസൂലുള്ളാഹിനെ കുറിച്ച് ആയിഷ ബീബി പറഞ്ഞത് എന്തെന്നറിയുമോ? എന്റെ ഭർത്താവുണ്ടല്ലോ, ഒട്ടകത്തിന് പുല്ലറുത്ത് കൊടുക്കുമായിരുന്നു, ആടിന്റെ പാല് കറക്കുമായിരുന്നു, എനിക്ക് ഭക്ഷണം വെച്ച് തരുമായിരുന്നു, എന്റെ വീടിന്റെ അകം തൂക്കുമായിരുന്നു, എന്റെ വസ്ത്രം കഴുകുമായിരുന്നു. അല്ലാഹുവേ, എന്റെ വീട്ടിലെ ജോലി മുഴുവനും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുമായിരുന്നു എന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഭാര്യ കുത്തുവാക്ക് പറയുന്നവരുണ്ട്, പരിഹസിക്കുന്നവരുണ്ട്, നിനക്ക് ഇതിനകത്ത് എന്ത് ജോലിയാടി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്. ചെറുപ്പക്കാരാ, കണ്ണുള്ളപ്പോൾ അതിന്റെ വേദന നിനക്കറിയില്ലോ. നിന്റെ ഭാര്യ ഇല്ലാതെ വരുമ്പോ അവളൊന്ന് കിടന്നു പോകുമ്പോഴേ നിനക്കതിന്റെ പ്രയാസമാകൂ. പടച്ചവനേ, നിന്നെ കൊണ്ട് കഴിയുമോ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്ന മക്കളെ വിളിച്ചുണർത്തി മദ്രസയിലേക്ക് പറഞ്ഞു വിടാറ്, തിരിച്ചു വരുമ്പോ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും എടുത്തിട്ട് ഉച്ചയ്ക്ക് തിന്നാനുള്ള ഭക്ഷണവും തയ്യാറാക്കിയിട്ട് അവരെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് പറഞ്ഞു വിടാറ്. എന്നിട്ട് സ്വന്തമായിട്ട് കാപ്പി ഉണ്ടാക്കി കഴിക്കോ. ഉച്ചയ്ക്ക് നിന്റെ കൂടപ്പറപ്പുകൾക്കും വീട്ടുകാർക്കും ഭക്ഷണം ഉണ്ടാക്കോ. ഒരു ദിവസം ഒന്ന് ചെയ്തു നോക്ക് ചെറുപ്പക്കാരാ. ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് സമ്മതിക്കുമടാ പൊന്നുമോര്. പടച്ചവനെ, എനിക്കും നിങ്ങൾക്കും ഒരു തലവേദന വന്നോ? നമ്മൾ 4 പേരോട് പറയുമല്ലോ, പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, എന്ത് വേദനയാണെങ്കിലും പരാതിയില്ല. ചായ വേണമെന്ന് പറഞ്ഞാൽ പടച്ചവനെ വേദനകൾ മുഴുവനും കടിച്ചമർത്തിയുടെ അടുക്കളയിൽ കടന്നു ചെന്നിട്ട് നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ. ചെറുപ്പക്കാരാ, അവളെ വേദനിപ്പിക്കല്ലേ പൊന്നുമോന്. റസൂലുള്ള പറയുന്നു, സ്വഹാബാ, അവള് ഭക്ഷണം വെക്കുമ്പോ അവളെ സഹായിക്കലൊരു ഭർത്താവിന്റെ കടമയാണെന്ന് ആദരമായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ സമയം കിട്ടുമ്പോ ഒന്ന് അടുക്കളയിൽ കയറിയിട്ട്, മോനെ ഒന്ന് പച്ചക്കറി അരിഞ്ഞു കൊടുക്കാൻ, ഒന്ന് അരി കഴുകി കൊടുക്കാൻ, അല്ലെങ്കിൽ പാത്രങ്ങൾ കഴുകി കൊടുക്കാൻ, ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും ആ അടുക്കളയിൽ പോയിരുന്നിട്ട് ഭാര്യയോട് ഒരു 5 മിനിറ്റും തമാശയെങ്കിലും പറഞ്ഞ് അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ നീ സമയം കണ്ടെത്തണം. അത് നിന്റെ കടമയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടെയാണ് കുടുംബ ജീവിതത്തിലെ സന്തോഷവും ആനന്ദവും സമാധാനവും എല്ലാം ഉണ്ടാകുന്നത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തന്നു, 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ലാ
സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ. ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കടക്കാത്ത 3 വിഭാഗം ആൾക്കാരെ കുറിച്ചു, 3 വിഭാഗം ഭർത്താക്കന്മാരെ കുറിച്ചു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ സദസ്സിലിരിക്കുന്ന ഭർത്താക്കന്മാരിൽ 3 പേര് ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കടക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേക്ക് നബി മുഹമ്മദ് മുസ്തഫ. എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക് ഇൻഷാ അല്ലാഹ്. എഴുന്നേക്ക്. ബിസ്മില്ലാഹ്. ഈ 3 ഭർത്താക്കന്മാർ ആരാ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ആരെങ്കിലും തന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ ഒരു കാലത്തും അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. 4 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 4 കാര്യം പടന്നയിൽ ഒരുമിച്ച് കൂടിയ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിച്ചാൽ മരിക്കുന്ന കാലം വരെ ഒരുത്തന്റെ മുന്നിലും പോയിട്ട് എന്റെ മക്കളെ കെട്ടിക്കാൻ പൈസയില്ല, വീട് വെക്കാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല, എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞ് യാചിക്കേണ്ട ഒരു ഗതികേട് അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു. ഒരു 4 കാര്യം ഞാൻ പറഞ്ഞുതരാം ഉസ്താദെ, നിസാരമായ 4 കാര്യങ്ങൾ. ഈ 4 കാര്യം ഇന്ന് മുതൽ സൂക്ഷിക്കാമെന്ന് നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്. നിനക്ക് അല്ലാഹു ഒരു കാലത്തും ദാരിദ്ര്യം തരൂല. കൈപൊക്ക്. മനസ്സുള്ളവൻ പൊക്കിയാൽ മതി, എല്ലാത്തവൻ പൊക്കണ്ട. നിനക്ക് ദാരിദ്ര്യം വേണമെങ്കിൽ നീ പൊക്കാതിരുന്നു ഇൻഷാ അല്ലാഹ്. വേണ്ടവർ കൈപൊക്ക്, വേണ്ടവർ കൈപൊക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസ. താല്പര്യമുണ്ടോ? എന്താ പെണ്ണുങ്ങളെ വേണോ? നിനക്ക് ബറക്കത്ത് വേണോ? അല്ലാഹു ഒരു കാലത്തും ഒരുത്തന്റെ മുന്നിലും പോയിട്ട് ശരീരം വിറ്റിട്ട് ജീവിക്കേണ്ട ഗതികേട് നിനക്ക് തരൂല. പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട ഒരു അവസ്ഥ അല്ലാഹു നിനക്ക് തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആഗ്രഹമുള്ളവർ കൈപൊക്ക്. ഇന്ന് മുതൽ സൂക്ഷിക്കാം. ഇന്ന് മുതൽ താല്പര്യം ഉണ്ടെങ്കിൽ പൊക്ക്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്കപ്പറ. ചിലപ്പോൾ നീ ഈ ഒറ്റ ആമീന്റെ പേരിൽ രക്ഷപ്പെട്ടു പോകും. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 1 ഇൻഷാ അല്ലാഹ് ചെയ്യൂലേ? പറ മനുഷ്യന്മാരെ, ചെയ്യൂലേ? 1 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരെങ്കിലും സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റാൽ അല്ലാഹു ഒരു കാലത്തും അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 1 സുബഹിക്ക് തന്നെ എഴുന്നേക്കണില്ല ഉസ്താദെ, പിന്നല്ലേ സുബഹിക്ക് മുമ്പ്? സുബഹിക്ക് എഴുന്നേക്കുന്നവനല്ലേ ഇതൊക്കെ? ആരെങ്കിലും സുബഹിക്ക് അസ്സലാത്തു ഖൈറും മിനൻ നൗം, അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു മനുഷ്യൻ നിത്യമായി എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു ഒരു കാലത്തും നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ പറ നബി മുഹമ്മദ് മുസ്തഫ. ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് അള്ളാന്റെ ശാപം വാങ്ങി നീ നശിച്ചു പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മുന്നിൽ പ്രവാചകന്റെ പേര് പറഞ്ഞിട്ട് സലാത്ത് പറഞ്ഞില്ലെങ്കിൽ അവന് ശാപം കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ സുബഹിക്ക് മുമ്പേ എഴുന്നേക്കണം. എഴുന്നേറ്റ എന്താ? തഹജ്ജുദ് നിസ്കരിക്കാം. തഹജ്ജുദ് നിസ്കരിക്കാം. അൽഹംദുലില്ലാഹ്. സുബഹിക്ക് മുമ്പേ എഴുന്നേക്കുക. 2 ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, വഖ്ത് എത്തുന്നതിന് മുമ്പേ wudu. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ wudu എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് wudu. ആരെങ്കിലും വഖ്ത് എത്തുന്നതിന് മുമ്പ് നിത്യമായിട്ട് wudu എടുക്കുന്നവനുണ്ടെങ്കിൽ അല്ലാഹു അവന് ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2 3 എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, ഒലുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ ഒലുവെടുത്തു. എന്നിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് പള്ളിക്കകത്ത് കയറിയാൽ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിസ്കാര പായിൽ കയറിയിരുന്ന അല്ലാഹു ഒരു കാലത്ത് നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 3ാമത്തെ കാര്യം, ഒലുവെടുത്തിട്ട് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ പള്ളിക്കകത്ത് കയറൂലല്ലോ. ഇക്കാമത്ത് കൊടുത്താൽ കയറൂലല്ലോ. പള്ളിക്കകത്ത് ഇക്കാമത്ത് കൊടുത്ത് ഇമാമ കൈകെട്ടിയാലും പുറത്തുനിന്ന് ചർച്ചയാ. അങ്ങനത്തെ കാലഘട്ടമാണ്. പെങ്ങളെ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ, സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റു, ഒലുവെടുത്തു, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ നീ മുസല്ലയിൽ കയറിയിരിക്കുക. അല്ലാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. 4ാമത്തെ കാര്യം, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുക.
വിത്തർ നമസ്കാരത്തിന് ശേഷം പിന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കിയാൽ അള്ളാഹു നിനക്ക് ദാരിദ്ര്യം തരില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതെങ്ങനെ ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടല്ലേ പച്ചയിറച്ചി ഇങ്ങനെ റോഡിൽ നിന്നിട്ട് പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് എടാ വീട്ടിൽ പോകുന്നതിന് മുമ്പേ അന്ന് കിട്ടിയ ചെയ്ത അമല് മുഴുവനും നാട്ടുകാർക്ക് കൊടുത്തിട്ട് പോകത്തുള്ളൂ. അപ്പോഴല്ലേ വീടിന്റെ അകത്ത് കയറി ഭക്ഷണവും കഴിച്ച് കയറി ഇരുന്നിട്ട് ടവർ കത്തിക്കുന്നത് മൊബൈലിലൂടെ. അള്ളാഹു അല്ലേ, അപ്പോഴല്ലേ കാമുകനെ വിളിക്കുന്ന സമയം, അപ്പോഴല്ലേ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് ദാരിദ്ര്യം വരും പെങ്ങളെ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വിത്ർ നമസ്കാരം കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ ഒഴിവാക്കുക. അള്ളാഹു നിനക്ക് ബർക്കത്ത് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹ്. അള്ളാഹു ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ജീവിതത്തിൽ സൂക്ഷിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിനക്ക് ഞാൻ 2 പെണ്ണുങ്ങളെ പറഞ്ഞു തരാ. 2 പെണ്ണുങ്ങളെ പഠിക്കാറ് സീരിയൽ നടിമാരെ പോലെയല്ല, നിന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന 2 പെണ്ണുങ്ങളെ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. നീ എങ്ങനെയാകണേ പൊന്നുമോള്, നീ എങ്ങനെയാകണേ പൊന്നുമോള്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരികയാ. ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകന് പടന്നയിലെ പെണ്ണുങ്ങൾക്ക് കണ്ടുപഠിക്കാൻ ഒരു പെണ്ണിനെ പറഞ്ഞു തരുന്നു. നിന്നെ കൊണ്ട് കഴിയുമോ പൊന്നുമോള്? ആകാശദൂത കണ്ടാ കരയുമെന്നെല്ലാവർക്കും അറിയാം. കരയാതെ ഏതെങ്കിലും ഒരു മനുഷ്യനാ സിനിമ കണ്ടു തീർത്താൽ അവന് സമ്മാനം കൊടുക്കുമെന്ന് പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, ഞാൻ പറയുന്ന ഈ പെണ്ണിന്റെ ചരിത്രം നിന്റെ കണ്ണ് നിറയാതെ നിനക്കൊന്ന് വായിക്കാൻ കഴിയുമോ? ഒരു ഭാര്യ ഞാൻ നിനക്ക് പറഞ്ഞു തരാ. ആ ഭാര്യയുടെ ചരിത്രം പടന്നയിലെ ഏതെങ്കിലും ഒരു പെണ്ണിന് കണ്ണ് നിറയാതെ മനസ്സ് വേദനിക്കാതെ ആ പെണ്ണിന്റെ ചരിത്രം ഒന്ന് വായിച്ചു തീർക്കാൻ കഴിയുമോ? ഏത് പെണ്ണെന്നറിയുമോ? ഭർത്താവിനെ വല്ലാതെ സ്നേഹിച്ച പെണ്ണാ, ഭർത്താവിനെ വല്ലാതെ ഹിദ്മത്ത് ചെയ്ത പെണ്ണാ. എന്ന് ഭർത്താവ് രോഗിയായി കഴിഞ്ഞ ഭർത്താവിനെ കളഞ്ഞിട്ട് കണ്ടവന്റെ കണ്ടവന്റെ കൂടെ നാട് കിടക്കുന്ന പെണ്ണുങ്ങളുടെ കാലവാ. ഭർത്താവിനെ തിരിഞ്ഞു നോക്കാത്ത പെണ്ണുങ്ങളുടെ കാലവാ. ഭർത്താവിനെ കുത്തുവാക്കും പരിഹാസവും പറയുന്ന പെണ്ണുങ്ങളുടെ കാലവാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നീ വായിച്ചു നോക്കണ്ട ചരിത്രം ആരുടെ ചരിത്രമെന്നറിയോ? മഹ്ദി റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹാ. റഹ്മത്ത് ബീബി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. അല്ലാഹുവേ, ആരുടെ ഭാര്യയാണെന്നറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രമൊന്ന് വായിച്ചു നോക്കണം പെങ്ങള്. പടച്ചവരെ, ആ റഹ്മത്ത് ബീബി ആരെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യൂബ് നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഒരു പരീക്ഷണം കൊടുത്തു. ലോകത്ത് ഒരു മനുഷ്യനും കൊടുക്കാത്ത ഒരു രോഗമാണ് അല്ലാഹു കൊടുത്തത്. റബ്ബേ, ശരീരം മുഴുവനും ഇങ്ങനെ പൊട്ടി ഒലിക്കുകയാണ്, വല്ലാത്ത ദുർഗന്ധമാണ്. പടച്ചവനെ, അവസാനം ജനങ്ങൾ രോഗം പടരുമെന്ന് പറഞ്ഞിട്ട് അയ്യൂബ് നബി ആട്ടി ഓടിക്കുകയാ. 81 വർഷക്കാലം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരും കുടുംബക്കാരും ഒരു ജനത മുഴുവനും അയ്യൂബ് നബി ആട്ടി ഇറക്കുമ്പോ നടക്കാൻ കഴിയാതെ വേച്ച് വേച്ച് നടന്നു പോകുന്ന അയ്യൂബ് നബി അലൈഹിസ്സലാം ഓടി വന്ന് കയ്യിൽ പിടിച്ചിട്ട് റഹ്മത്തെന്ന് പറയുന്ന ഭാര്യ അവിടെന്ന് പറഞ്ഞു, നബിയേ, അവസാനം വരെ ഞാൻ കൂടെയുണ്ട് നബിയേ. ആര് കൈയൊടിഞ്ഞാലും ഞാൻ കൂടെയുണ്ട് നബിയേ. അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് റഹ്മത്ത് ബീബി റളിയല്ലാഹു തആല നടക്കുകയാ. പെങ്ങളെ, ഒരാളും അയ്യൂബ് നബിയുടെ അടുത്ത് വരുന്നില്ല. കാരണം വല്ലാത്ത ദുർഗന്ധമാണ്, നടക്കാൻ കഴിയുന്നില്ലോ. അയ്യൂബ് നബിയുടെ മാംസങ്ങൾ ഇങ്ങനെ ഇളകി താഴെ വീഴുകയാ, എല്ലുകൾ വെളിയിൽ കാണുകയാ. പടച്ചവനെ, റഹ്മത്ത് ബീബി ചെയ്തതെന്തെന്നറിയോ?
അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ മാംസങ്ങൾ ഇങ്ങനെ താഴെ വീഴുന്നത് കണ്ടപ്പോ അടുത്തു ചെന്നിട്ട് സഹിക്കാൻ കഴിയാതെ അവിടുന്ന് പറഞ്ഞു, നബിയേ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനാണല്ലോ, നിങ്ങൾ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കുമല്ലോ. അല്ലാഹുവേ, എന്റെ രോഗമൊന്ന് ശിഫയാക്കി താ അല്ലാഹ് എന്ന് ദുആ ചെയ്താ അല്ലാഹു നിങ്ങളുടെ രോഗം മാറ്റിത്തരുമല്ലോ. നിങ്ങൾ എന്തേ ദുആ ചെയ്യാത്തത്? അതാ പറയുന്ന പെണ്ണേ റഹ്മത്ത്, എനിക്ക് അല്ലാഹുവോട് പരാതി പറയാ മടിയാ, എനിക്ക് അല്ലാഹുവോട് പരാതി പറയാ മടിയാ. ഞാൻ ഒരിക്കലും അല്ലാഹുവിനോട് ദുആ ചെയ്യില്ല. എന്നെ നോക്കി നോക്കി മടുത്തെങ്കിൽ നീ നിന്റെ വഴി നോക്കാ റഹ്മത്ത് ബീവിയോട് പറഞ്ഞു കൊടുക്കുമ്പോ, പെങ്ങളെ, ഒരു ഉമ്മ തന്റെ കുഞ്ഞിനെ ചുമക്കുന്നത് 9.5 മാസമാ, കൂടിപ്പോയാൽ 10 മാസമാണ്. എങ്കിൽ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹാ രോഗം പിടിച്ച് എല്ലും തോലുമായ അയ്യൂബ് നബിയെ ചുമന്നത് എത്ര കൊല്ലമാണെന്നറിയോ? അയ്യൂബ് നബിക്ക് നടക്കാൻ കഴിയില്ല. അയ്യൂബ് നബിയെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്നത് പോലെ റഹ്മത്ത് ബീവി എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട സ്വാലിഹത്തായ ഭാര്യയുണ്ടല്ലോ, 18 കൊല്ലം ചുമന്നു ഉമ്മ, കളഞ്ഞിട്ട് പോയില്ല, മറന്നിട്ട് പോയില്ല. 18 വർഷക്കാലം അയ്യൂബ് നബിയെ ചുമന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പടന്നയിലെ ഉമ്മമാര് ഭർത്താവിനെ സ്നേഹിക്കാൻ പഠിക്കു പെങ്ങള്. റഹ്മത്ത് ബീവിയുടെ ചരിത്രം നിനക്കൊരു പാഠമാകട്ടെ. രണ്ടാമതൊരു പെണ്ണിനെ പറയുന്നുണ്ട്. അല്ലാ, ഏത് പെണ്ണെന്നറിയോ? റസൂലുള്ളാഹിന് 11 ഭാര്യമാരുണ്ടായിരുന്നു. പക്ഷേ 63-ാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ ഒരു ഭാര്യയുടെ പേര് പറഞ്ഞ റസൂലുള്ള കരയുമായിരുന്നു പെങ്ങള്. ഏത് ഭാര്യയുടെ പേരെന്നറിയോ? മഹ്ദി ഖദീജ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പേര് പറഞ്ഞു പ്രവാചകന്റെ കണ്ണിങ്ങനെ നിറഞ്ഞു ഒഴുകുമായിരുന്നു. കാരണം വല്ലാത്ത സ്നേഹമായിരുന്നു. എന്തു പറഞ്ഞാലും ഖദീജ, എന്തു പറഞ്ഞാലും ഖദീജ തന്റെ മറ്റുള്ള ഭാര്യമാരോട് പറയുമായിരുന്നു, എന്റെ ഖദീജയെ പോലെയാകണം. എന്റെ ഖദീജ എങ്ങനെയായിരുന്നു? എപ്പോഴും ഖദീജാനെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ മഹ്ദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് അവിടുന്ന് സഹിക്കാൻ കഴിഞ്ഞില്ല. അവിടുന്ന് ചോദിച്ചു, നബിയേ, ഈ കിളവിയോട് ഇത്ര സ്നേഹം എന്തേ നബിയേ? തന്റെ ഭാര്യ കിളവി എന്ന് വിളിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ, പ്രവാചകൻ ഇരുന്ന് കരയുകയാ. അത്രയ്ക്കും സ്നേഹമായിരുന്നു ഉമ്മ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? അതിന്റെ കാരണം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകനെ നാട് കടത്തുമ്പോ, ഊര് വിലക്കുമ്പോ ഖുറൈശികൾ അല്ലാഹുവിന്റെ റസൂലിലേക്ക് തന്റെ കുടുംബത്തെയും മാട്ടിയിറക്കുമ്പോ ആരും സഹകരിക്കാനോ സഹായിക്കാനോ പാടില്ല എന്ന് ഖുറൈശികൾ അവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഖദീജ, മക്കളെയും കൂട്ടി നീ നിന്റെ വീട്ടിലേക്ക് പോ ഖദീജ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് പോകാൻ. അതിന്റെ കാരണം എന്തെന്നറിയുവോ? ഖദീജ കോടീശ്വരിയായിരുന്നു. പട്ടിണി കിടന്നിട്ടില്ല, ദുരിതം അനുഭവിച്ചിട്ടില്ല. ദുഃഖവും ദുരിതവും എന്താണെന്നറിയില്ലോ. അതുകൊണ്ട് നീ കുറച്ചു നാള് നിന്റെ മക്കളെയും കൊണ്ട് നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാൻ അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ഖദീജ എന്ന ഭാര്യ പറഞ്ഞതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്നെ ഒഴിവാക്കല്ലേ നബിയേ, അങ്ങയുടെ ചാരത്ത് നിന്ന് പറഞ്ഞു വിടല്ലേ നബിയേ.
മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ, പട്ടിണിയാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ, മരണസമയം വരെ എന്റെ അവസാന നിമിഷം വരെ എനിക്ക് അങ്ങയുടെ കൂടെ നടക്കണം യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ശൈബ് അബീ താലിബിന്റെ മലഞ്ചെരുവിൽ ചെന്നിട്ട് പച്ചില പറിച്ചു തിന്ന പെണ്ണാണ് ഖദീജ. കീറിക്കടക്കാൻ കൂരയില്ലാതെ കിട്ടിയതിന്റെ അകത്ത് കിടന്ന് ജീവിച്ചവളാണ് ഖദീജ. മക്കളെ പോറ്റിയവളാണ് ഖദീജ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിച്ചവളാണ് ഖദീജ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാര്, നീ റോൾ മോഡലാക്കേണ്ടത് ഖദീജ ബീവിയോ? ആ ഖദീജ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്കണം പെങ്ങള്. കൊതി തോന്നും മോള്, കൊതി തോന്നും മോള്. അതുകൊണ്ട് പടന്നയിലുള്ള ഭാര്യ ഭർത്താക്കന്മാരോട് നിങ്ങൾ എങ്ങനെയാകണമെന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് പിരിയാ പോവുകയോ? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ചോദിക്കുന്നു, നബിയേ ഖദീജ ബീവി എവിടെ നബിയേ? ഖദീജ ബീവി എവിടെ നബിയേ? എന്തേ ജിബ്രീൽ എന്റെ ഖദീജാനെ തിരയുന്നത് എന്താണ് യാ റസൂലല്ലാഹ്? ഖദീജ വരുമ്പോ ഒരു സന്തോഷ വാർത്ത പറയണം നബിയേ. എന്താണ് സന്തോഷ വാർത്ത എന്നറിയുമോ യാ റസൂലല്ലാഹ്? ഖദീജയ്ക്ക് സ്വർഗ്ഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരമുണ്ട് നബിയേ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് സ്വർഗ്ഗത്തിൽ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ഒരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയുമോ? പടന്നയിലെ ഉമ്മമാരെ, ഖദീജ ബീവിക്ക് സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം കിട്ടാറുള്ള കാരണം എന്തെന്നറിയുമോ? അല്ലാഹ് 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി ജീവിച്ചു. 25 വർഷം അള്ളാന്റെ റസൂല് വിവാഹം കഴിച്ചത് 25ാമത്തെ വയസ്സില്. തന്റെ ഭാര്യയുടെ വയസ്സ് 40 വയസ്സായിരുന്നു. 40 വയസ്സുള്ള ഖദീജ ബീവിയാണ് 25കാരനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിച്ചത്. അവര് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചത് 25 കൊല്ലമാണ്. എന്തിനാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം കൊടുത്തതെന്നറിയുമോ? അതും വെറും കൊട്ടാരമല്ല, സ്വർഗ്ഗത്തിന്റെ ഒരു ഭാഗത്ത് അല്ലാഹുവേ ഒരു മുത്തുകൊണ്ടുണ്ടാക്കിയ ഒരു കൊട്ടാരം അല്ലാഹു കൊടുത്തു. എന്തിനാ? പടന്നയിലെ പെങ്ങളെ, ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്താത്തതിനാ. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും പ്രവാചകന്റെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല മഹദി ഖദീജ. അതിന് അല്ലാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, 25 കൊല്ലം രണ്ടുപേരും ജീവിച്ചു. 65 വയസ്സായി. 65 വയസ്സായി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചൊരുങ്ങിയിട്ട് പുതുവസ്ത്രവും ധരിച്ചിട്ട് 65 വയസ്സുള്ള ഉമ്മ കാത്തിരിക്കുകയാ. ഭർത്താവിന്റെ മണിയറയിൽ നിന്ന് മാറിക്കിടക്കുന്ന പടന്നയിലെ ഉമ്മയ്ക്കത് മനസ്സിലാകൂല. 65 വയസ്സുള്ള പടുവൃത്തയായ അല്ലാഹുവേ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ കുളിച്ചുരങ്ങിയിട്ട് പുതുവസ്ത്രവും ധരിച്ചിട്ട് റസൂലുള്ളാഹിനെ കാത്തിരിക്കുകയാണ്. അതാ ലോകത്തിന്റെ നേതാവ് കടന്നു വന്നു, കഴിക്കാ ഭക്ഷണം കൊടുത്തു. എന്നിട്ട് അവസാനം പ്രവാചകന്റെ മടിത്തട്ടിൽ തലവെച്ച് കിടന്നിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാ. എന്തേ ഖദീജ,
എന്നെ നോക്കിയിട്ട് ചിരിക്കുന്നതെന്തേ ഖദീജ യാ റസൂലല്ലാഹ് എന്തൊരു പ്രകാശമാണ് നബിയേ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു 25 കൊല്ലം കൊണ്ട് കാണുന്നതല്ലേ ഖദീജ അവസാനം എന്റെ പ്രിയപ്പെട്ട പടന്നയില ഉമ്മ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് നബിയേ 25 കൊല്ലമായി ഞാൻ അങ്ങയുടെ കൂടെ ജീവിക്കുന്നുണ്ട് അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഈ 25 വർഷത്തിന്റെ ഇടയിൽ എന്റെ നാവിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാഹ് എനിക്ക് പോകാ സമയമായി നബിയേ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അവിടുന്ന് പൊരുത്തം ചോദിക്കുമ്പോ റസൂലുള്ളാഹ് കരയുകയാ കൊച്ചുകുട്ടികൾ കരയുന്നത് പോലെ റസൂലുള്ളാഹ് തേങ്ങി തേങ്ങി കരയുകയാണ് ഖദീജ പോവുകയാണോ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവുകയാണോ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ പറയാനൊരു കുറ്റമില്ല പറയാനൊരു ന്യൂനതയില്ല അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയോ ഈ 25 വർഷത്തിന്റെ ഇടയിൽ നിന്നെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാനില്ല ഖദീജ പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചാടി എഴുന്നേറ്റിട്ട് അല്ലാഹുവിന്റെ പ്രവാചകനെ കെട്ടിപ്പിടിക്കുകയാ അവിടുന്ന് ചുടുചുംബനം കൊടുക്കുകയാണ് എന്നിട്ട് പ്രവാചകന്റെ ചെവിയിൽ ചോദിച്ചു നബിയേ എന്റെ ഭർത്താവാണല്ലോ ഞാൻ പോവുകയാണ് നബിയേ എനിക്കൊരു 3 ആഗ്രഹമുണ്ട് സാധിച്ചു തരുമോ യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ചോദിച്ചു ഖദീജ നിന്റെ ആഗ്രഹം എന്താണ് ഖദീജ നിന്റെ ആഗ്രഹം എന്താണ് ഖദീജ യാ റസൂലല്ലാഹ് ഞാൻ മരിച്ചാ എന്റെ മയ്യത്ത് നിങ്ങൾ കുളിപ്പിക്കണം നബിയേ ഒരു ഭാര്യയുടെ അഭിലാഷമോ ഒരു ഭാര്യ തന്റെ ഭർത്താവിനോട് വസിയത്ത് ചെയ്യുകയാ ഞാൻ മരിച്ചാ നിങ്ങൾ വേണം എന്റെ മയ്യത്ത് കുളിപ്പിക്കാ 2 യാ റസൂലല്ലാഹ് എന്റെ മയ്യത്ത് പൊതിയേണ്ടത് നിങ്ങളാണ് ആ മയ്യത്ത് പൊതിയുന്ന സമയത്ത് അങ്ങ് ധരിക്കുന്ന പുതപ്പുണ്ടല്ലോ അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ എന്റെ കഫൻ തുണിക്കകത്ത് വെക്കണേ നബിയേ മൂന്നാമത്തെ അഭിലാഷം എന്തെന്നറിയോ 6 അടി മണ്ണിന്റെ അകത്തേക്ക് എന്നെ ഇറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടാണ് യാ റസൂലല്ലാഹ് അങ്ങയുടെ കൈ കൊണ്ട് വേണം എന്റെ ജനാസ ഇറക്കി വെക്കാ പെങ്ങളെ ലോകത്തോട് ഖദീജ യാത്ര പറഞ്ഞു മയ്യത്ത് കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ അവിടുത്തെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനോ കഫൻ പുതിയ സമയമായപ്പോ എപ്പോഴും ധരിക്കുന്ന പുതപ്പെടുത്തിട്ട് ചുംബനം കൊടുത്തിട്ട് ഖദീജ ബീവിയെ കഫൻ പൊതിയുകയോ അവസാനം നമസ്കാരം കഴിഞ്ഞു 6 അടി മണ്ണിന്റെ അകത്ത് ജനാസ ഇറക്കി വെക്കുമ്പോ തന്റെ ഭാര്യയുടെ ജനാസ കൈകൊണ്ട് വാങ്ങി ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കരയുകയാ കണ്ണിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ് അതാ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഖബറിന്റെ അകത്തിരുന്നിട്ട് പ്രവാചകനെ കരഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ പടന്നയിലെ ഉമ്മമാരെ നീ ഖദീജയെ പോലെ ആകണോ നീ ഖദീജയെ പോലെ ആകണോ നീ റഹ്മത്ത് ബീവിയെ പോലെ ആകണോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ ഓരോ രാത്രി കിടക്കുമ്പോഴും നിന്റെ ഭാര്യയോട് പൊരുത്തം ചോദിക്കാതെ കിടക്കൽ
മറക്കല്ലേ. കാരണം ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവോ. അതുകൊണ്ട് പെങ്ങളോ, കുടുംബജീവിതത്തിലെ സമാധാനം വേണോ, സന്തോഷം വേണോ, ആനന്ദമുള്ള ഒരു ജീവിതം വേണോ, പരസ്പരം മനസ്സിലാക്കി അള്ളാന്റെ സ്വർഗത്തിന് വേണ്ടി ജീവിക്കു പെങ്ങള്. അള്ളാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ.